അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട MESCയിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്പീക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ അപഗ്രഥനം ചെയ്യുന്ന ഒരു പഠന സെഷനിലാണ് നാം ഓരോരുത്തരുമുള്ളത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം കേരള മണ്ണിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ച് പറയുന്നത് വോക്ക് വൈറസ് എൻ്റെ മകനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ജോർഡൻ പീറ്റേഴ്സണും അതുപോലെ തന്നെ ഇലോൺ മസ്കുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലും അദ്ദേഹം എൻ്റെ മകൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ലോകത്തെ അതിസമ്പന്നരിൽ ഉൾപ്പെടുന്ന ഇലോൺ മസ്ക് പറയുന്നതിൻ്റെ കാരണം 2022 അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ട്രാൻസ്ജെൻഡറായി മാറി. ആണായി ജനിച്ച, ആണിന്റെ ലൈംഗികാവയവങ്ങളുള്ള അദ്ദേഹത്തിന്റെ മകൻ ഒരു പെണ്ണാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷവും അവരുടെ പേര് അദ്ദേഹത്തിൽ നിന്ന് വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ ഉമ്മയിലേക്ക് കൂടി ആ പേരിനെ ചേർക്കുകയും ചെയ്ത് 2 വിവാദങ്ങളാണ് ഇലോൺ മസ്കുമായി കൊണ്ട് ലോകതലത്തിൽ തന്നെ ഉണ്ടായത്. ഇതിനെക്കുറിച്ചാണ് തന്റെ മകൻ ഇത്തരം വോക്ക് അജണ്ടകൾക്ക്, ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങൾക്ക് അതിന് ഭാഗമായി തീർന്നിട്ടുണ്ട് എന്ന വേദനയിലാണ് ഇലോൺ മസ്ക് പറയുന്നത് എൻ്റെ മകൻ മരിച്ചുപോയി എന്നുള്ളത്. തീർച്ചയായും ഇത് ജെൻഡർ പൊളിറ്റിക്സിന് ലോകതലത്തിൽ തന്നെ എത്രയധികം വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠങ്ങളിൽ ഒന്നായിക്കൊണ്ട്, ഏറ്റവും വലിയ ഒരു ഉദാഹരണങ്ങളിൽ ഒന്നായിക്കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഓപ്പണിംഗ്, നമ്മൾക്കറിയാം ഇത്തവണ പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് നമ്മൾ ഒരുപാട് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. വളരെ കൗതുകത്തോടും വളരെ ഇഷ്ടത്തോടും കൂടി ആ ഒളിമ്പിക്സിന്റെ ദീപശിഖയുടെ പ്രയാണവും അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളെയും നമ്മൾ നോക്കി കാണാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒളിമ്പിക്സ് ഓപ്പണിംഗ് നമ്മൾ കണ്ടതാണ് യേശുവിനെ കളിയാക്കുന്ന രൂപത്തിൽ ദ ലാസ്റ്റ് സപ്പർ എന്ന വിശ്വവിഖ്യാതമായ ചിത്രത്തിന്റെ പാരഡിയുടെ രൂപത്തിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെയും ലിബറലിസത്തിന്റെയും ആശയങ്ങളെ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ നേർചിത്രമായിക്കൊണ്ട് ആ കാഴ്ച, ആ ഉദ്ഘാടന ചടങ്ങിന്റെ കാഴ്ചകൾ മാറുന്ന സ്ഥിതിവിശേഷവും നമ്മൾക്കുണ്ടായി. പറഞ്ഞു വരുന്നത്, ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ലിംഗത്വ രാഷ്ട്രീയത്തിന്റെ അതുമായി ബന്ധപ്പെട്ട അജണ്ടകളും നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മൾ നിരന്തരമായി കൊണ്ട് മണിക്കൂറുകളോളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയും അതിൽ നിന്ന് മുക്തമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒന്നല്ല. മറിച്ച് നിരന്തരം നമ്മുടെ മുമ്പിലേക്ക് പല രൂപത്തിൽ ഈ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവ് തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ കേരളത്തിലെ നമ്മൾ വോട്ട് കൊടുത്ത് നമ്മൾ വിജയിപ്പിച്ച നമ്മുടെ കേരള സർക്കാർ, ആ കേരള സർക്കാരിൽ നിന്ന് പോലും, സർക്കാർ തല സംവിധാനത്തിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലേറെ വിവാദമായ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പോഴും നിഷ്കളങ്കരായ പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികൾ പാന്റും ഷർട്ടും ഇടുന്നതാണ് അതിന്റെ പ്രശ്നം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഒന്നുപോലും ഏതെങ്കിലും പെൺകുട്ടി പാന്റ് ഇടുന്നതോ ഷർട്ട് ഇടുന്നതോ ബന്ധപ്പെട്ടതായിരുന്നില്ല. മറിച്ച് അത് നടപ്പിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി BR ബിന്ദു അവരുടെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ അവർ പറയുന്നുണ്ട്, സംവേദനക്ഷമതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കലാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ശേഷം അവർ കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നത്, ആ പുതിയ തലമുറ എന്ന് പറയുന്നത് ഹെട്രോനോർമറ്റീവ് എക്സ്പെക്ടേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തലമുറയായിരിക്കണം എന്നുള്ളതാണ്. ഈ പദം നമ്മൾക്ക് പരിചയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്ന മന്ത്രി പ്രഖ്യാപിക്കുന്നത് ഇത് കൊണ്ടുവരുന്നത് ഞങ്ങൾ തീർച്ചയായും സമത്വത്തിന്റെയോ ഇക്വാലിറ്റിയുടെയോ ഭാഗമായിട്ടാണെന്നല്ല, മറിച്ച് ഹെട്രോനോർമറ്റീവ് എക്സ്പെക്ടേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത്തരം ഭാരങ്ങളില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനാണ് എന്ന് അത് നടപ്പിലാക്കുന്നവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഹെട്രോനോർമറ്റിവിറ്റി എന്ന് നമ്മൾക്ക് അവിടെ ചോദിക്കേണ്ടി വരികയാണ്. എത്ര സമയം കിട്ടും? വേണ്ട, മതി, നീ നിന്നാ മതി. ഇതെന്തിനാടാ?
അതൊന്നുമില്ല. അത് ഇരുപത്തി പറഞ്ഞു. ഈ വജൈന പെനിസ് എന്തൊക്കെ പറയണ മലയാളം ഭയങ്കര വിശ്വാസം കഴിഞ്ഞിട്ട് പോളിയോ മാറ്റത് വിശ്വാസം ഈ പോളിയോ കൊടുക്കട്ടെ. ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത് അത് വളരെ നിഷ്കളങ്കമായിക്കൊണ്ട് സമീപിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികളുടെ പാൻറിന്റെയും ഷർട്ടിന്റെയും വിഷയമാണ്, ഏതെങ്കിലും പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾക്കുണ്ടായ അസ്വസ്ഥതയാണ്. അതൊന്നുമല്ല, മറിച്ച് ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം സ്കൂളുകളിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കിയ ആർ ബിന്ദു അവർ നൽകിയ പോസ്റ്റിൽ അവർ പറയുന്നത് തീർച്ചയായും ഹെട്രോനോർമേറ്റീവ് എക്സ്പെക്ടേഷനിൽ നിന്ന് മുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ള പൊതുബോധം, ആണും പെണ്ണും തമ്മിലാണ് സെക്സിൽ ഏർപ്പെടേണ്ടത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അങ്ങനെയുള്ള ലൈംഗിക ബന്ധങ്ങളാണ് പ്രകൃതിപരമെന്ന് മനസ്സിലാക്കുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും അത് പൊതുബോധമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരുമാണ് നമ്മൾ. ഈ ഒരു പൊതുബോധത്തിനാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുക. ആൺ പെൺ ലൈംഗിക ബന്ധത്തെ നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു സമൂഹം, അങ്ങനെ നിലനിൽക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ ഹെട്രോനോർമേറ്റീവ് സമൂഹം എന്ന് പറയുന്നത്. ഇത്തരം ഒരു സമൂഹത്തെ തച്ചു തകർത്ത് ഒരു ക്യൂർ നോർമേറ്റീവായ സമൂഹത്തിലേക്ക് നടത്തിക്കൊണ്ടുവരുന്നതിന്റെ ഒന്നാമത്തെ പടിയായിക്കൊണ്ടാണ് ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ ഇത് കൊണ്ടുവരുന്നവർ വിഭാവനം ചെയ്യുന്നത്, അതിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്നത്. ഇത്തരം ലക്ഷ്യം പ്രഖ്യാപിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ടാകുന്നത്, ഇതിനോട് എതിർപ്പുണ്ടാകുന്നത്. അല്ലാതെ ഏതെങ്കിലും പെൺകുട്ടികളുടെ പാന്റിന്റെയോ ഷർട്ടിന്റെയോ വിഷയമായിക്കൊണ്ട് അതിനെ നമ്മൾ അത്ര നിഷ്കളങ്കമായിക്കൊണ്ട് കാണരുത് എന്നുള്ളതാണ് എന്റെ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരം അജണ്ടകളുമായി കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഓൾ ജെൻഡേർഡ് വാഷ്റൂമുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ നമ്മൾ കണ്ടു. ഓൾ ജെൻഡേർഡ് വാഷ്റൂം ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളോ, പ്രത്യേകിച്ച് പറയാനുള്ളത് ട്രാൻസ്ജെൻഡറുകൾക്ക് വലിയ ഉപകാരമായി കൊണ്ട് അത് മാറാറുണ്ട് എന്നുള്ളതാണ്. അത്തരം ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതിനപ്പുറം ഒരു മനുഷ്യൻ വാഷ്റൂം തെരഞ്ഞെടുക്കുമ്പോൾ പ്രൈവസി, കംഫർട്ട്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇതിനെ റദ്ദ് ചെയ്യുന്ന അനുഭവങ്ങളായിട്ടാണ് ഈ ഓൾ ജെൻഡേർഡ് വാഷ്റൂമിനെ കുറിച്ചുള്ള ഇത് നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പഠനങ്ങളും അവിടെ നിന്ന് കടന്നു വരുന്ന റിപ്പോർട്ടുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ അർത്ഥരഹിതമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ പിറകിൽ വളരെ കൃത്യമായ ജെൻഡർ പൊളിറ്റിക്സിൻ്റെതായ അജണ്ടകൾ നിലനിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അത്ര നിഷ്കളങ്കമല്ല ഇത്തരം നീക്കങ്ങൾ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് LGBTQIA+ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോബിയിങ് നടത്തി നിലനിൽക്കുന്ന ഒരു ആക്ടിവിസമാണ്. എന്ന് പറയുമ്പോൾ ലെസ്ബിയൻ, പെണ്ണിനെ കാമിക്കുന്ന പെണ്ണിനാണ് നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുക. ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനെ കാമിക്കുന്ന, പുരുഷനെ കാമിക്കുന്ന പുരുഷനാണ് ഗേ എന്ന് പറയുക. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാമിക്കുന്ന, അവരോട് ലൈംഗികാകർഷണം തോന്നുന്ന ആണോ പെണ്ണോ ആ രണ്ട് വിഭാഗത്തിനും ബൈസെക്ഷൽ എന്നാണ് നമ്മൾ പറയുക. അത് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ ലൈംഗികാവയവങ്ങളുമായി ജനിച്ചു വീഴുന്ന ഒരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാൾ ആണാണെന്ന് പറയുക, അവരുടെ തുടകൾക്കിടയിൽ ഏത് ലൈംഗിക
ലൈംഗികാവയവമാണുള്ളത് എന്നതിനനുസരിച്ചാണ്. ഒരു മനുഷ്യന്റെ രണ്ട് തുടകൾക്കിടയിൽ നമ്മൾ ലിംഗമാണുള്ളതെങ്കിൽ, പെനിസാണുള്ളതെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ആണെന്നാണ് പറയുക, മെയിൽ എന്നാണ് പറയുക. അല്ലെങ്കിൽ അവർക്കിടയിൽ വജൈനയാണുള്ളതെങ്കിൽ നമ്മൾ ഫീമെയിൽ എന്ന് പറയും. പക്ഷേ ഇതിനപ്പുറം ഒരു മനുഷ്യൻ, അത് നിങ്ങളെ ജെൻഡർ തിയറി ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും, ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കടന്നു വരുന്ന പല ആളുകളുടെയും കൺസേൺ എന്നുള്ളത്, ഇവർ ട്രാൻസ്ജെൻഡറുകൾക്കെതിരെയാണോ, ഇവർ ഇന്റർസെക്സുകൾക്കെതിരെയാണോ? കാരണം ഈ ട്രാൻസ്ജെൻഡറുകളും ഇന്റർസെക്സുകളും സമൂഹത്തിൽ ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്നവരാണ്. ഇവരെ എതിർക്കാനും ഇവർക്കെതിരെ നിലകൊള്ളാനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ മനുഷ്യ സ്നേഹത്തിൽ നിന്നാണ് അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ജെൻഡർ തിയറി എന്താണ് എന്ന് മനസ്സിലാക്കാതെ ട്രാൻസ്ജെൻഡറിസത്തെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ തിയറി, ജോൺ മണിയുടെ ജെൻഡർ തിയറി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സെക്സും ജെൻഡറും അതുപോലെ തന്നെ സെക്ഷാലിറ്റിയും, ഇത് മൂന്നും വിഭിന്നമായി കൊണ്ടുള്ള സ്വതന്ത്രങ്ങളായ അസ്തിത്വങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ അടയാളപ്പെടുത്തുന്ന കാര്യം മാത്രമാണ്. നിങ്ങളുടെ ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതാണ് നിങ്ങളുടെ ജെൻഡർ എന്നാണ് ജെൻഡർ തിയറി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് പെനിസാണ് അയാളുടെ തുടകൾക്കിടയിലുള്ളത്, ലിംഗമാണുള്ളതെങ്കിൽ അതുകൊണ്ട് അയാൾ ആണാകുന്നില്ല. അത് അയാളുടെ സെക്സിനെ മാത്രം അടയാളപ്പെടുത്തുന്ന കാര്യമാണ്. മറിച്ച് അയാളുടെ മനസ്സിൽ അയാൾക്ക് തോന്നുന്നത്, ഞാനൊരു പെണ്ണാണ്, എന്റെ ലിംഗത്വം പെണ്ണാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ പെണ്ണായിക്കൊണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് സമൂഹം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്ന ജെൻഡർ തിയറി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷാലിറ്റി, നിങ്ങൾ പെണ്ണായതുകൊണ്ട് നിങ്ങൾക്ക് ആണിനോട് ലൈംഗികാകർഷണം തോന്നണമെന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ആണായതുകൊണ്ട് നിങ്ങൾക്ക് പെണ്ണിനോട് ലൈംഗികാകർഷണം തോന്നണം നിർബന്ധമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈംഗികാഭിമുഖ്യം എന്തിനോടാണോ അതിനോട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും അവയെ സമൂഹം നിങ്ങൾക്ക് അംഗീകരിച്ചു തരുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ഈ ജെൻഡറിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നാണ് ജെൻഡർ തിയറിയുടെ ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പറയാറുള്ളത്. അതിലെ പ്രധാനപ്പെട്ട വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് വസ്ത്രമാണ്. നമ്മൾ പരമ്പരാഗതമായി ആണിൻ്റെതാണെന്ന് മനസ്സിലാക്കുന്ന വസ്ത്രങ്ങളുണ്ട്, പെണ്ണിൻ്റെതാണെന്ന് മനസ്സിലാക്കുന്ന വസ്ത്രങ്ങളുണ്ട്. ഈ ആണിൻ്റെതായ വസ്ത്രങ്ങൾ ഒരു ചെറിയ കുട്ടിയിൽ അവൻ ആൺകുട്ടിയാണെന്ന് അവന്റെ സെക്സ് കൊണ്ട് നമ്മൾ തീരുമാനിച്ച് അവന് കൊടുക്കുന്നതോടുകൂടി അവന്റെ ജെൻഡറിനെ കൂടി നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആണിൻ്റെതായി നമ്മൾ കരുതുന്ന കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കളിപ്പാട്ടങ്ങൾ നമ്മൾ കൈമാറാറുണ്ട്. ഈ കളിപ്പാട്ടം നമ്മൾ കൈമാറുന്നതിലൂടെ ആ കുട്ടിയെ നീ ആണാണെന്ന ബോധ്യത്തിലേക്ക്, ജെൻഡറിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് പാടില്ല. ഇത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മാറി ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാത്ത വസ്ത്രങ്ങൾ നൽകി, അവൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാതെ അവനെ വളർത്തി അവനൊരു പ്രായമെത്തുമ്പോൾ സ്വന്തം ജെൻഡർ തെരഞ്ഞെടുക്കുന്ന, അതിനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ ഒരു സൃഷ്ടിയാണ് തീർച്ചയായും ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ അവർ വിഭാവനം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ജെൻഡറുകൾ അവിടെയാണെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റേതായ എല്ലാ ലൈംഗിക അവയവങ്ങളും ഉണ്ട്. പക്ഷെ അയാളുടെ മനസ്സിൽ അയാൾക്ക് അനുഭവപ്പെടുന്നത് ഞാനൊരു ആണാണ്, പെണ്ണാണ് എന്നാണെങ്കിൽ അവരെ നമ്മൾ ട്രാൻസ്മാൻ എന്നും, അതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെതായ വജൈനയും അതുപോലെ തന്നെ സ്തനങ്ങളും എല്ലാ ലൈംഗികാവയവങ്ങളുമായി കൊണ്ട് എല്ലാ തരത്തിലും പൂർണ്ണതയിലുള്ള ഒരു വൈകല്യങ്ങളും ഇല്ലാത്തൊരു സ്ത്രീ, ആ സ്ത്രീക്ക് മനസ്സിൽ അനുഭവപ്പെടുന്നത് ഞാനൊരു പുരുഷനായിട്ടാണ്. അവർ ട്രാൻസ്മെൻ എന്നുമാണ് ഈ LGBTQ പൊളിറ്റിക്സിന്റെ ഭാഷയിൽ നമ്മൾ വിളിക്കുക. ഇവരാണ് ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ LGBTQ, അതിൽ ക്യൂർ എന്ന് പറയുന്നത് നമ്മൾക്ക് പൊതുവ്യവഹാരങ്ങളിൽ നിന്ന് വിചിത്രമായി തോന്നിയേക്കാവുന്ന ലൈംഗികാഭിമുഖ്യങ്ങൾ, സെക്ഷൽ ഓറിയന്റേഷനുകൾ സമൂഹത്തിലുണ്ട്. നമ്മൾ ഗേകളെ കുറിച്ച് പറഞ്ഞു, ലെസ്ബിയനുകളെ കുറിച്ച് പറഞ്ഞു, ബൈസെക്ഷലുകളെ കുറിച്ച് പറഞ്ഞു. ഇതല്ലാത്ത ഒരുപാട് ലൈംഗിക താല്പര്യങ്ങളുള്ള മനുഷ്യരുണ്ട്. മൃഗങ്ങളോട് ലൈംഗിക താല്പര്യം തോന്നുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈംഗികാഭിമുഖ്യങ്ങൾ, വിഭിന്നമായ ലൈംഗികാഭിമുഖ്യങ്ങൾ നിലനിൽക്കുന്ന, കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറപ്പും വെറുപ്പും തോന്നാവുന്ന രൂപത്തിലുള്ള ലൈംഗികാഭിമുഖ്യങ്ങളുമായിട്ടുള്ള മനുഷ്യരുണ്ട്. അതും ലൈംഗികാഭിമുഖ്യങ്ങൾ തന്നെയാണ്, അതവരുടെ സെക്ഷൽ ഓറിയന്റേഷനാണ്. അതിനെ അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് തീർച്ചയായും ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യൂർ തിയറിയെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്, നിങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷനെ നിങ്ങളുടെ ജെൻഡറോ നിങ്ങളുടെ സെക്സോ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് എന്തിനോടാണോ ലൈംഗികാഭിമുഖ്യം തോന്നുന്നത്, എന്ത് ജെൻഡർ എക്സ്പ്രഷനിലാണോ നിങ്ങൾ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് അതിനെയെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന രൂപത്തിലേക്കുള്ള ഒരു പരികൽപ്പനയാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ വക്താക്കൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത്. ഇത് കേൾക്കുമ്പോൾ ക്യൂർ തിയറി എന്നും ജെൻഡർ തിയറിയും എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ
മനസ്സിലാക്കുന്നവരുണ്ടാകും. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇവക്കൊന്നും ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും ഒരു നാഡീശാസ്ത്രത്തിന്റെയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന്റെ പിന്തുണ ഇതിനില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. കേവലം ഊഹങ്ങളുടെ മേൽ മാത്രം പടുക്കപ്പെട്ട ഇത്തരം അശാസ്ത്രീയമായ തിയറികൾ ആ തിയറികളുടെ അപ്ലിക്കേഷനാണ് നമ്മുടെ ജനറേഷനെ ഇവർ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യൂർ എന്ന് പറഞ്ഞാൽ ഇത്തരം പൊതുവ്യവഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിചിത്രമായി തോന്നിയേക്കാവുന്ന ലൈംഗിക താല്പര്യങ്ങളുള്ളവരെ മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്നതാണ് ക്യൂർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇന്റർസെക്സ് ആണ്. ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനിതകമോ അതുപോലെ തന്നെ ഹോർമോണലോ ആയ കാരണങ്ങൾ കൊണ്ട് പുരുഷന്റേതും സ്ത്രീയുടേതുമായ ലൈംഗികാവയവങ്ങൾ കൊണ്ട് ജനിച്ചു വീഴുന്നവർ, അതുപോലെ തന്നെ അതുമായി അതേ രൂപത്തിലുള്ള അവസ്ഥയിൽ ഉൾപ്പെടുന്നവർ, ഇവരെയാണ് നമ്മൾ ഇന്റർസെക്സുകൾ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളും ഇന്റർസെക്സുകളും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ കൃത്യമായി കൊണ്ട് നിർവചിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ള അസെക്ഷലുകളാണ്. ആരോടും ലൈംഗികാഭിനിവേശം തോന്നാത്തവരെയാണ് നമ്മൾ അസെക്ഷലുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പ്ലസ് ചിഹ്നമാണ്. ഈ പ്ലസ് ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൈംഗികാഭിരുചത്തിന്റെ ഈ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഗേകളെ കുറിച്ചും ലെസ്ബിയനുകളെ കുറിച്ചും ബൈസെക്ഷലുകളെ കുറിച്ചും പലതരത്തിലുള്ള ലൈംഗികാഭിമുഖ്യങ്ങൾ നമുക്കറിയാവുന്നതെല്ലാം അതാണ് അവർ പറയുന്നത്. അത് എല്ലാം കണ്ടെത്തപ്പെട്ടവയല്ല, ഇനിയും അതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതിനെ ദ്യോതിപ്പിക്കുന്ന, അതിനെ പ്രതിദാനം ചെയ്യുന്ന ചിഹ്നമാണ് അവിടെ പ്ലസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും എന്താണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ട്രാൻസ്ജെൻഡറുകളെയും ഇന്റർസെക്സുകളെയും സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ച് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനുള്ള ഗവേഷണങ്ങൾ നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. തീർച്ചയായും ഇവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മുന്നിലേക്ക് വെച്ച് ഇവരുടെ പിന്നിലൂടെ തങ്ങളുടെ ലൈംഗികാഭിമുഖ്യങ്ങളെ മുഴുവൻ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പലപ്പോഴും ഇത്തരം സംസാരം കടന്നു വരുമ്പോൾ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ എന്ന രൂപത്തിലാണ് പലരും ഇതിനെ അഡ്രസ്സ് ചെയ്യാറുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്സ്വൽ ഓറിയന്റേഷനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത് അതിന്റെ ഒരു തലക്കൽ ഹോമോസെക്ഷൽസും ഒരു തലക്കൽ ഹെട്രോസെക്ഷൽസും അതിന്റെ നടുവിലായി ബൈസെക്ഷൽസും. ഇത് പറയുന്നത് ഇത് തീർച്ചയായും ഇതൊരു ബൈനറിയോ ഏതെങ്കിലും രണ്ട് നിറമോ അല്ല ഇതിനുള്ളത്, രണ്ട് ലൈംഗികാഭിമുഖ്യങ്ങളല്ലേ ഉള്ളത്. ഇത് മഴവില്ല് പോലെയാണ്. മഴവില്ലിൽ നിങ്ങൾക്ക് പല നിറങ്ങൾ കാണാം, നിറങ്ങളുടെ മിശ്രിതം കാണാം. ഇതുപോലെയാണ് സെക്ഷൽ ഓറിയന്റേഷനുകൾ എന്നുള്ളത്. നിങ്ങളുടെ ലൈംഗികാഭിമുഖ്യങ്ങൾ ഈ വർണ്ണരാജിയിൽ ഒരു സ്പെക്ട്രം പോലെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിനെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് വേണ്ടിയാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത് കേൾക്കുമ്പോൾ നമ്മൾ കറുപ്പും വെറുപ്പും ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച്, അത്തരത്തിലുള്ള പ്രത്യേകിച്ച് നാംബ്ലോ പോലെയുള്ള സംഘടനകളെ കുറിച്ച് പലപ്പോഴും ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ സംസാരിക്കാത്തത്. നോർത്ത് അമേരിക്കൻ ബോയ് ലവ് അസോസിയേഷൻ എന്ന് പറയുന്ന പിഡോഫിലിയക്ക് വേണ്ടി പരസ്യമായി വാദിക്കുന്ന സംഘടനകൾ വരെ ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായി കൊണ്ട് നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് തരത്തിലുള്ള ലൈംഗികതയും സ്വാഭാവികമായി കൊണ്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. എനിക്കിഷ്ടം വാനിലയുടെ ഐസ്ക്രീമാണ്, താങ്കൾക്കിഷ്ടം ചോക്ലേറ്റിന്റെ ഐസ്ക്രീമാണ്. ഇതുപോലെ എനിക്കിഷ്ടം ഹെട്രോസെക്ഷാലിറ്റിയാണ്, നിങ്ങൾക്കിഷ്ടം ഹോമോസെക്ഷാലിറ്റിയാണ്, മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഇതിനെതിരെ സംസാരിക്കാൻ, ഇതിനെതിരെ നിലകൊള്ളാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായും ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് നിങ്ങളുടെ ജെൻഡർ എന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്നതിലൂടെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ സമൂഹത്തിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലിസ ലിസ്മാൻ അവരുടെ ഗവേഷണത്തിൽ കൃത്യമായി കൊണ്ടൊരു ടേം കോയിൻ ചെയ്യുന്നുണ്ട്. അത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളതാണ്. തന്റെ ലിംഗവും അതുപോലെ തന്നെ തന്റെ ലിംഗത്വ ബോധവും തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥക്കാണ് നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. ലൈംഗികാവയവങ്ങളും ലിംഗത്വ ബോധവും കൂടി പരസ്പരം പൊരുത്തപ്പെടാത്ത അവസ്ഥ. ഇത് ടീനേജ് ബോയ്സിലും ഗേൾസിലും വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അവരുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്നുള്ളത്. അവർ പറയുന്നത് ഇതൊരു പകർച്ചവ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ നമ്മുടെ ജെൻഡറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജെൻഡറിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാകില്ല. പക്ഷേ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങൾക്കും കൂടുതലായിക്കൊണ്ട് നമ്മൾ കാതു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനിലേക്ക്, അത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്കും സന്ദേഹത്തിലേക്കും നമ്മൾ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാവുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ജെൻഡർ ഡിസ്ഫോറിയ ഒരു പകർച്ചവ്യാധി പോലെ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് മുമ്പിൽ എന്താണ് ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ട് ഈ ജെൻഡർ പൊളിറ്റിക്സിന് ആളുകൾ വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്.
ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് റീ അസൈൻമെന്റ് സർജറി എന്നുള്ളതാണ്. സെക്സ് റീ അസൈൻമെന്റ് സർജറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം അത് ആണിൻ്റെതാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സ് എന്നുള്ളത് പെണ്ണിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്തലാണ്. അപ്പോൾ നിങ്ങൾ ആണിൽ നിന്ന് പെണ്ണിലേക്ക് മാറുന്ന വ്യക്തി അവരുടെ ലിംഗം മുറിച്ചു കളയുകയും അതിനു പകരം കൃത്രിമമായ യോനിയും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ലളിതമായ പ്രക്രിയയായി ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ മലയാളത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രശസ്തരായ ട്രാൻസ്ജെൻഡറുകൾ, മുസ്ലിങ്ങളായ ട്രാൻസ്ജെൻഡറുകൾ പോലും ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ യൂട്യൂബിൽ പ്രത്യേകമായി കൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കുള്ള ഗൈഡൻസ്, ഇതിലടങ്ങിയിരിക്കുന്ന റിസ്കുകൾ, ഇതിലടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി കൊണ്ട് അവർ ഉത്ബോധിപ്പിക്കാറുണ്ട്. ഒരുപാട് സാമ്പത്തികവും സമയവും അതുപോലെ തന്നെ വേദനയും സഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശരീരമാറ്റത്തെ പ്രക്രിയയിലൂടെ ഇവർ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ജെൻഡറുകളുടെ ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അവരുടെ തോന്നലുകൾക്കനുസരിച്ച് ശരീരത്തെ മുറിക്കുവാൻ വേണ്ടി പരിഹാരമായി കൊണ്ട് അവതരിപ്പിക്കുന്ന ജെൻഡർ പൊളിറ്റിക്സ് അവരെ കൂടുതൽ പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വാൾട്ട് ഹെയർ എന്ന് പറയുന്ന അമേരിക്കൻ ആക്ടിവിസ്റ്റിന്റെ സംഭവം. അദ്ദേഹം ലോസ് ആഞ്ചലസിൽ ജനിച്ചു വീഴുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ ഇത് നാച്ചുറലായി ജനിതകമായി കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്നതാണ് എന്ന് പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചോദ്യോത്തരങ്ങളിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തീർച്ചയായും പ്രകൃതിയുടെ ഭാഗമായി കൊണ്ട് ഹോമോസെക്ഷാലിറ്റി ഉണ്ടാകുന്നില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അതിനെതിരെ മറ്റ് ശാസ്ത്രീയ പഠനങ്ങൾ കടന്നു വരികയും അത് തെറ്റാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ ചുറ്റുമുള്ള പരിസ്ഥിതിയുമാണ് ഒരു മനുഷ്യന്റെ ലൈംഗികാഭിമുഖ്യത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഇത്തരം അനുഭവങ്ങളെയും പഠനങ്ങളെയും ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാന കാര്യം. ഇവിടെ വാൾട്ട് ഹെയർ എന്ന് പറയുന്ന വ്യക്തി തന്റെ ചെറുപ്പത്തിൽ അമ്മൂമ്മ ക്രോസ് ഡ്രസ് ചെയ്യുമായിരുന്നു. പെൺകുട്ടികളുടെ വസ്ത്രം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ധരിപ്പിക്കുമായിരുന്നു. അദ്ദേഹം വളർന്നു കഴിഞ്ഞ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്റെ അമ്മൂമ്മയുടെ ക്രോസ് ഡ്രസ്സിംഗ് ആണ്, അതുപോലെ തന്നെ എന്റെ അങ്കിളിൽ നിന്നുണ്ടായ ലൈംഗികമായി കൊണ്ടുള്ള ചൂഷണങ്ങളാണ് എന്നെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തെ എന്നെ ജീവിതത്തിൽ വളർത്തിയെടുത്തത്. തീർച്ചയായും നമ്മൾക്ക് ഈ ലോകതലത്തിൽ തന്നെ സ്വവർഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെയും നേതാക്കളെയും പരിശോധിക്കാം. അവിടെ ജീവിതത്തിലൊക്കെ നമ്മൾ കോമൺ ആയി കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ചെറുപ്പത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ദുഷിച്ച അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചരിത്രമൊക്കെ ആത്മകഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പറയുന്ന സെക്ഷൽ ഓറിയന്റേഷനുകൾ അവർക്ക് പ്രകൃതിപരമായി ഉണ്ടാകുന്ന കാര്യമല്ല, മറിച്ച് അവരുടെ സാഹചര്യങ്ങളിലൂടെ പരിസ്ഥിതിയിലൂടെ അവരുടെ മേൽ സംഭവിച്ചതാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. വാൾട്ട് ഹെയർ പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2 കുട്ടികൾ ഉണ്ടാകുന്നു. എന്നിട്ട് 19 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നു. താനൊരു പെണ്ണാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നു. അവസാനം അദ്ദേഹം വിവാഹം ഉപേക്ഷിച്ച് ഒരു പെണ്ണാകാനുള്ള ശ്രമത്തിലേക്ക് കടന്നു പോവുകയും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് തന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ചോദിക്കുകയും ചെയ്യുന്നു. അതിനുള്ള പരിഹാരമായി സെക്സ് റീ അസൈൻമെന്റ് സർജറിയിലൂടെ അദ്ദേഹം കടന്നുപോയി. ഒരുപാട് സമ്പത്തും സമയവും അതുപോലെ തന്നെ വേദനയും സഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പെണ്ണായി മാറി. അദ്ദേഹം സ്വീകരിച്ച പേര് ലോറ ജോൺസൺ എന്ന പേരാണ് വാൾട്ട് ഹെയർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ പെണ്ണാണ് എന്നെന്റെ തോന്നലിന് അതിനനുസരിച്ച് എന്റെ ശരീരത്തെ ഞാൻ പരുവപ്പെടുത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹം വർണ്ണനാതീതമായി കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ സന്തോഷവും ആനന്ദവും കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അതില്ലാണ്ടാകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് അവളുടെ ലോറ ജോൺസന്റെ 8 വർഷങ്ങൾ ഏറ്റവും വലിയ ദുരന്തമായി കൊണ്ടാണ്, ദുരിതക്കയമായി കൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുകയും അവസാനം 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആണാകുന്നതിന് വേണ്ടി ഡീട്രാൻസിഷൻ നടത്തിയതിനു ശേഷം sexchangeregret.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളിലൂടെ കടന്നു പോവുകയും തങ്ങള് ഇത്തരത്തിലുള്ള ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ കടന്നുപോയി തിരിച്ചു വരാനാകാതെ നിരാശയിലകപ്പെട്ട ആളുകളുടെ ഒരുപാട് കഥകൾ ആ ഒരു അദ്ദേഹത്തിന്റെ ആത്മകഥയിലും അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലും
അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യരുത്, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഞാനൊരു പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പെണ്ണാവാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് പോലും അതിൽ ഇടപെടാനോ തീർച്ചയായും അതിലെന്തെങ്കിലും തരത്തിലുള്ള അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോ അത്തരം ഇടപെടലുകൾക്കോ അവസരമില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. പല രാജ്യങ്ങളും ആ നിയമത്തിൽ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ചാപ്പ എന്നുള്ളത് ഹോമോഫോബിക് ആണ്. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ യൂട്യൂബിൽ നിന്ന് വിലക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ജെൻഡർ ആക്ടിവിസ്റ്റുകൾ യഥാർത്ഥ ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചാൽ, അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചാൽ, ഹോമോഫോബിക് എന്നും ട്രാൻസ്ഫോബിക് എന്നും മുദ്ര കുത്തി നമ്മളെ പുറത്താക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന ഒരു കൾച്ചറാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ഇത് ട്രാൻസ്ജെൻഡറുകളോ ഇന്റർസെക്സുകളോ അസെക്ഷലുകളോടോ ഉള്ള അസഹിഷ്ണുതയല്ല. അവരോട് നമ്മൾക്കൊരു പ്രശ്നവുമില്ല. അവരെ അനുതാപപൂർവ്വം നമ്മൾ കാണുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന്റെ മറവിൽ ഏത് തരം ലൈംഗികതയും വളരെ സ്വാഭാവികമായി നടക്കേണ്ട രൂപത്തിൽ സമൂഹം അംഗീകരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം പ്രൊപ്പഗണ്ടകളും അതുപോലെ തന്നെ തോന്നിവാസങ്ങളെയും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ നിർബന്ധമായും എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. നമ്മുടെ ചർച്ചയുടെ എതിർപ്പിന്റെ പ്രതിഷേധത്തിന്റെ മർമ്മത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഇത്തരം അജണ്ടകൾ നമ്മുടെ ക്യാമ്പസുകളിലും വളരെ സമർത്ഥമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അത് ഹെറ്ററോനോർമേറ്റീവായ ഒരു രാജ്യമായിരുന്നു. എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികമെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു രാജ്യം. ആ രാജ്യം എങ്ങനെയാണ് ഒരു ക്യൂർ നോർമേറ്റീവ് സമൂഹമായി മാറിയത്? അവിടെയുള്ള അജണ്ടകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാഡി മനോരോഗത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർഷൽ കെന്നത്ത് കിർക്കും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് രംഗത്ത് പ്രഗത്ഭനായിക്കൊണ്ടുള്ള ഹണ്ടർ മാർസനും ചേർന്നുകൊണ്ട് ദ ഓവർഹോളിംഗ് സ്ട്രൈറ്റ് അമേരിക്ക എന്ന് പറയുന്ന ഒരു എങ്ങനെയാണ് ക്യൂർ നോർമേറ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ എന്നുള്ളത് അതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ലോകതലത്തിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളെ വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഒന്നാമതായിക്കൊണ്ട് കഴിയുന്നത്ര ഉറക്കെ നമ്മൾ സംസാരിക്കണം. സിനിമകളിൽ അതുപോലെ തന്നെ ടെലിവിഷനുകളിൽ നമ്മൾക്ക് കിട്ടാവുന്ന മുഴുവൻ ദൃശ്യതയും ഉപയോഗപ്പെടുത്തണമെന്നാണ് സ്വവർഗാനുരാഗികളോട്, ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകളോട് അവർ രണ്ടുപേരും ചേർന്ന് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമൂഹം മൂന്നായി തിരിയും. അതിനെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗം, അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലാത്തൊരു നിഷ്പക്ഷ വിഭാഗം, അതിനെ അങ്ങേയറ്റം എതിർത്തു നിൽക്കുന്ന ഒരു മഹാഭൂരിപക്ഷം. പക്ഷേ നമ്മളിതിങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം എങ്ങനെയായിരിക്കണമെന്നത് രണ്ടാമത്തെ നിർദ്ദേശമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. വെല്ലുവിളിക്കുന്ന ആളുകളായിക്കൊണ്ടല്ല, വളരെ ഇമോഷണൽ, വളരെയധികം വൈകാരികമായ രംഗങ്ങൾ ചിത്രീകരിച്ച് ഞങ്ങൾ ഇരകളാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രൗദ്രഭാവമുള്ള വെല്ലുവിളിക്കുന്ന വ്യക്തികളല്ല, ഞങ്ങൾ സഹായം ആവശ്യമുള്ളവരാണ്, സംരക്ഷണം ആവശ്യമുള്ളവരാണ്. ഈ രൂപത്തിലാണ് നമ്മൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് സമൂഹത്തിൽ ഇങ്ങനെ നമ്മുടെ ശബ്ദം ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകൾ നിഷ്പക്ഷരാകും. നിഷ്പക്ഷരിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരുമായി കൊണ്ട് മാറിത്തീരും. പതുക്കെ പതുക്കെ ഇത് നമ്മൾക്ക് അനുകൂലമായ ഒരു സംഘമാക്കിക്കൊണ്ട്, ഒരു ഭൂരിപക്ഷമാക്കിക്കൊണ്ട് മാറ്റാമെന്നാണ് അവർ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അഞ്ചാമത്തെ നിർദ്ദേശമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനെതിരെ സംസാരിക്കുന്നവരെ മുദ്ര കുത്തുക എന്നുള്ളതാണ്, അവരെ മോശക്കാരായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ക്യാമ്പസുകളിൽ ഇതിനെക്കുറിച്ച് ഡാറ്റകൾ ഉദ്ധരിച്ച് ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന കുറെ ചാപ്പകളുണ്ട്. ട്രാൻസ്ഫോബിക് ആണ്, ഹോമോഫോബിക് ആണ്, അതുപോലെ തന്നെ മതപ്പൊട്ടനാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്. ഇത്തരം പല ചാപ്പകളും കുത്തി ഇതിനെതിരെ സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരുടെ മനസ്സിൽ അപകർഷത നിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് ആ അജണ്ടയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തന്ത്രങ്ങളിൽ ഒന്നായിക്കൊണ്ടാണ് അവർ രണ്ടുപേരും വിശദീകരിക്കുന്നത്. ഞാനിത് പറയുന്നതിന്റെ ചുരുക്കം, ഇന്ന് ക്യാമ്പസുകൾ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എലോൺ മസ്ക് അദ്ദേഹം സ്വന്തമായ ഒരു സ്കൂൾ ആരംഭിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ വോക്ക് വൈറസിൽ നിന്ന് തന്റെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി
ആ അതിസമ്പന്നനായ ഇലോൺ മസ്ക് ആരംഭിക്കുന്നു. തന്റെ മകനെ കട്ടുകൊണ്ടുപോയ ഇത്തരത്തിലുള്ള ലിബറലിസത്തിന്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തെ അദ്ദേഹം തിരിച്ചറിയുകയും അവരെന്റെ മകനെ കൊന്നു എന്ന് വിലപിക്കുകയും പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും അതിൽ നിന്നൊന്നും മുക്തമല്ല. ഇന്ത്യയിൽ നാസ് ഫൗണ്ടേഷനാണ് ഈ ഡീക്രിമിനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഹോമോസെക്ഷാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്യുന്നതിന് വേണ്ടി പോരാടിയ NGO എന്ന് പറയുന്നത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇന്ത്യയിലും മൂന്നാംകിട രാഷ്ട്രങ്ങളിലും ഒരുപാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ മൂല്യങ്ങളെ ഈ സമൂഹങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും അതിന് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കും. ഒരു സുനാമി കണക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളും ഇതിനെ അംഗീകരിപ്പിക്കുന്നതിലേക്കുമുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന തിരിച്ചറിവ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കാൻ, സംസാരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ട്രാൻസ്ജെൻഡറുകൾക്കോ അവരുടെ അവകാശങ്ങൾക്കോ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് അതിന്റെ മറവിൽ ഏത് തരം വൃത്തികേടിനെയും സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ചായയാണോ ഇഷ്ടം, കോഫിയാണോ ഇഷ്ടം, ഇതുപോലെ ലൈംഗികാഭിമുഖ്യങ്ങളെ സ്വീകരിക്കുന്ന, അറപ്പും വെറുപ്പും തോന്നുന്ന ലൈംഗികാഭിമുഖ്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവപൂർണമായി കൊണ്ട് കാണണം. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിനിടയിൽ ജെൻഡർ കൺഫ്യൂഷൻ വർദ്ധിക്കുകയും റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളത് ഒരു പകർച്ചവ്യാധി പോലെ നമ്മൾക്കിടയിൽ ജെൻഡർ ഡിസ്ഫോറിയ ബാധിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. നമ്മൾ എന്തിനു മാത്രം ഇത്രയധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൊണ്ട് നടക്കുന്ന ഈ ആശയങ്ങളെ ഏറ്റുപിടിക്കുന്ന രാജ്യങ്ങളും സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ തെളിവായിക്കൊണ്ട് അവശേഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് കടന്നു വരുന്ന പത്രവാർത്തകളെ നമ്മൾ പരിശോധിക്കുക, അവിടെ നിന്ന് പുറത്തു വരുന്ന സാമൂഹ്യ പഠനങ്ങളെ നമ്മൾ പരിശോധിക്കുക. എങ്ങനെയാണ് ഒരു സമൂഹത്തെ ആരോഗ്യവും മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള ഒരു തലമുറയെ എങ്ങനെയാണ് ഇത് നശിപ്പിച്ചു കളയുന്നത് എന്ന് നമ്മൾക്ക് കൃത്യമായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇതിൽ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് നിഷ്പക്ഷമായി വായിക്കാനും കേൾക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതിനു മാത്രം ദൂരമൊന്നും പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ഇത്തരം ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഇൻഫ്ലുവൻസ് ചമയുന്ന, ഇതിന്റെ വലിയ വക്താക്കളായി ചമയുന്നവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ നമ്മൾ പരിശോധിക്കുക. എത്രമാത്രം വലിയ ആപത്തിലേക്കാണ്, തിന്മകളിലേക്കാണ്, ഒരു പക്ഷേ തോന്നിവാസങ്ങളിലേക്കാണ് എന്നതായിരിക്കും ഏറ്റവും ഉചിതമായ പ്രയോഗം. നമ്മുടെ സമൂഹത്തെ ഇവർ കൊണ്ടുചെല്ലുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് നിഷ്പക്ഷമായിക്കൊണ്ടുള്ള വായനകളും അതുപോലെ തന്നെ ഇരുവശവും കേൾക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഓരോരുത്തരോടും ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിന്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനിടയിൽ ചാപ്പകൾ ലഭിക്കും. ആ ചാപ്പകൾ അവഗണിച്ചുകൊണ്ട് കൃത്യമായിക്കൊണ്ട് അവരെ അഭിസംബോധന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക വരും. എണീച്ച് നിന്നാൽ മൈക്ക തരും. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന്. അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിലെ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കോളേജിലാണെങ്കിലും ഒന്ന് വരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊരിക്കലും എന്നെ സംബന്ധിക്കുന്നൊരു വിഷയമല്ല, ഞാൻ അങ്ങനെയല്ല, എൻ്റെ ചുറ്റുമുള്ളവർ എന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരും അങ്ങനെയല്ല, പിന്നെ ഞാൻ എന്തിന് ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഞാൻ സംസാരിക്കണം? എതിർക്കുന്നോ ഒപ്പോണൻ്റ് ആവുന്നോ അതോ സപ്പോർട്ട് ചെയ്യുന്നോ എന്നുള്ളതിലല്ല, പക്ഷെ ഞാൻ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊതുവെ ഏത് സാമൂഹിക പ്രശ്നങ്ങളുടെ തുടക്കത്തിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു സംഗതിയല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ഇതേതെങ്കിലും ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന ഒരു സംഗതി സമൂഹത്തിൽ വളരെ ന്യൂനപക്ഷം മാത്രം ചെയ്തു വരുന്നൊരു സംഗതി, അതിനെ ഇങ്ങനെ വലിയ മൈക്ക് കെട്ടി നടത്തേണ്ട ഒരു പ്രോഗ്രാമായി, ഞാനും ഇടപെടേണ്ട ഒരു വിഷയമായി, ഞാനും പ്രതികരിക്കേണ്ട ഒരു സംഗതിയായി ഇതിനെ കാണേണ്ടതുണ്ടോ
എന്ന ചിന്ത സ്വാഭാവികമായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ ഇത് കേവലം ഏതെങ്കിലും വ്യക്തികൾ അവരുടെ സ്വകാര്യതയിൽ, അവരുടെ പ്രൈവസിയിൽ മാത്രം ചെയ്യുന്നൊരു സംഗതിയായി ഒതുങ്ങുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഫാഷിസം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. സമൂഹത്തിൽ ഇത്തരമൊരു ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയം സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലം ആളുകൾ അവരുടെ പ്രൈവസിയിൽ, അവരുടെ വീട്ടിൽ, അവരുടെ റൂമിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയായി ഇത് ഒതുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സർക്കാരുകൾ ഇത് ഏറ്റെടുക്കുന്നു. സർക്കാർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ്? കേവലം പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വസ്ത്രം ധരിക്കുന്നതല്ല അതിന്റെ ലക്ഷ്യം എന്ന് ബഹുമാന്യനായ ആർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ആണും പെണ്ണുമാണ് രണ്ട് ലൈംഗികതയുള്ളത്, അവർ തമ്മിലാണ് ലൈംഗിക ബന്ധം നടക്കേണ്ടത് എന്ന സ്വാഭാവികമായ ചിന്ത അത് മാറ്റിയെടുക്കലാണ്. ഒരു ക്യൂർ നോർമേറ്റീവായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആരെങ്കിലും അവരുടെ പ്രൈവസിയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ നാടുകളിൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ ആരംഭിക്കുന്ന ജൂൺ മാസത്തിൽ പ്രൈഡ് മന്തായി ആചരിക്കുകയും നാട്ടിലെ റോഡുകൾ മുഴുവൻ തങ്ങളുടെ ലൈംഗിക ചേഷ്ടകൾ നടത്താനുള്ള കൂത്തരങ്ങായി പ്രൈഡ് മാർച്ചുകൾ നമ്മുടെ സമൂഹത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ലൈംഗികമായ വൈകൃതങ്ങളുടെയും വേദിയായി നമ്മുടെ അങ്ങാടികളും നമ്മുടെ കവലകളും മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കൽ നമ്മുടെ ബാധ്യതയായി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമായി നമുക്ക് മാറില്ല എന്ന് തോന്നായിരിക്കാം. പക്ഷേ അതൊരു സാമൂഹ്യ വിപത്തായി മാറുമ്പോൾ പ്രതികരിക്കൽ നമ്മുടെ ബാധ്യതയായതുപോലെ തന്നെ ഇതും നമ്മുടെ സമൂഹത്തെ പിടിച്ചുകുലുക്കുന്ന, നമ്മുടെ സമൂഹത്തെ ആകെ വിഴുങ്ങുന്ന ഒരു തിന്മയായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലാണ് 2022 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആരോഗ്യപരമായ അടിയന്തരാവസ്ഥ, എമർജൻസി സിറ്റുവേഷനായി പ്രഖ്യാപിക്കുകയാണ്. മങ്കി പോക്സ് വലിയ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായും ബാധിക്കുന്നത് ഗേ സെക്സ് ചെയ്യുന്ന പുരുഷന്മാരിലാണ് എന്ന സത്യം WHO പുറത്തുവിടുമ്പോൾ അത് സമൂഹത്തിൽ ഒരു സാംക്രമിക രോഗമായി നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത്? നമ്മുടെ സർക്കാരുകൾ അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ, NSS ക്യാമ്പിന്റെ മൊഡ്യൂളുകളിലൂടെ നമ്മുടെ സമൂഹം വിദ്യാർത്ഥികൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലൂടെയും ഈ തിന്മകളുടെ, അധാർമികതകളുടെ വ്യാപനത്തിനു വേണ്ടി അതിന്റെ ഒരു ഉപകരണമായിക്കൊണ്ട് ഇത്തരം തിന്മകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി നിലയിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഇതിന്റെ പ്രചാരണങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ അവർ വാങ്ങുന്ന കുടകളിലും ബാഗുകളിലും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികൾ ഇടപെടുന്ന, അവർ കാണുന്ന ആനിമേഷൻ കാർട്ടൂണുകളിൽ ഉൾപ്പെടെ ഇതിന്റെ പ്രൊപ്പഗണ്ടകൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാർ പോലും ഇടപെട്ട് സെക്സ് റീഅസൈൻമെന്റ് സർജറികൾക്ക് 80 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം തിന്മകൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം അധാർമികതകൾ ഉണ്ടാകുമ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ മൂല്യബോധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കുടുംബ വ്യവസ്ഥയ്ക്ക് സാമൂഹികമായ ധാർമ്മികതകൾ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് പോലെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുമ്പോൾ ഇതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രയാസം. അപ്പോൾ ജെൻഡർ തിയറിക്കോ ക്യൂർ തിയറിക്കോ ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയും സത്യത്തിലില്ല. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട്, പ്രത്യേകിച്ച് ഈ സ്റ്റോൺ വാൾ കലാപം എന്ന് പറയും. സ്റ്റോൺ വാൾ കലാപം എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വാൾ റൈറ്റ്സ്. ഈ റൈറ്റ്സിന്റെ സമയം എന്ന് പറഞ്ഞാൽ 1970 ആണ്. 69 സന്ദർഭത്തിൽ ഈ ഗേകൾ മാത്രമുള്ള ഒരു വലിയ ഒരു സ്ഥലം, അവരുടേതായ ഒരു ഹോട്ടൽ എന്ത് ചെയ്തു, ഭയങ്കരമായി റെയ്ഡ് ചെയ്തു പോലീസ്. അപ്പം അതിനെതിരെ ഭയങ്കരമായി ശക്തമായിക്കൊണ്ടുള്ള പ്രതിഷേധം ഈ അമേരിക്കൻ നാടുകളിൽ ഉണ്ടായി.
അത് സത്യം പറഞ്ഞാൽ പലതരത്തിൽ ഛിന്ന ഭിന്നമായി കടന്നിരുന്ന മുഴുവൻ ഗേ എന്താണ് പറയാ സംഘടനകളെ ഒരുമിപ്പിച്ചു. അതിനുശേഷമാണ് ഇവർക്ക് ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം. നമ്മൾ നേരെ ഇന്ന് കാണുന്നത് പോലെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലുമൊക്കെ വലിയ പങ്കുള്ള രൂപത്തിലുള്ള ഒരു മുന്നേറ്റം നടക്കുന്നത്. അപ്പൊ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി അവർ ശ്രമിച്ച ഒരു പ്രധാന ഭാഗം എന്നുള്ളത് ഇതിനെ ശാസ്ത്രീയവൽക്കരിക്കാനാണ്. കാരണം അത് എപ്പോഴും ചെലവാകുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതങ്ങളാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ നിലകൊള്ളുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നേർപ്പിക്കാതെ നേർക്കുനേരെ ആ മതത്തിന്റെ തത്വങ്ങൾ പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൺസേൺ ആയി മാറും, സ്വാഭാവികമാണ്. അപ്പോൾ ഈ മതങ്ങൾക്കെതിരെ അവർക്കിടയിൽ എങ്ങനെ ഇതിന് സ്വാധീനം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലും നമ്മൾക്ക് കാണാൻ പറ്റുക ഇത് ശാസ്ത്രീയമാണ് എന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ DSM അത് നീക്കം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. അതുപോലെ തന്നെ നാഡീശാസ്ത്രജ്ഞ രംഗത്ത് അവിടെയൊക്കെ ഭയങ്കരമായി ഫണ്ടിങ് നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാം ഫ്ലോപ്പ് ആകുകയാണ് ചെയ്തത്. അതിനെതിരെ എന്തായിരുന്നാലും ഒരു 2-3 പഠനങ്ങൾ നമ്മൾക്ക് തിരിച്ചുദ്ധരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പഠനം ഉദ്ധരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന സ്വവർഗാനുരാഗികളും അതുപോലെ തന്നെ ഈ സ്വവർഗാനുരാഗികളല്ലാത്ത ദ്വിവർഗാനുരാഗികളും തമ്മിലുള്ള അവരുടെ ഓഡിറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ പല അവയവങ്ങൾ, പലതര കോശങ്ങൾ, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന രൂപത്തിലൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങളൊക്കെ ഇവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇത് ജനിതകമാണ്, പ്രകൃതിപരമാണ്, ബയോളജിക്കലാണ് ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഗേജീൻ അങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ അത് പൊളിഞ്ഞു പോയി. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതിനെതിരെ അത് വ്യക്തമല്ല, അത് ഇതല്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇത് ബയോളജി, നാച്ചർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇത് എൻവിയോൺമെന്റ് ആണ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് എല്ലാ ശാസ്ത്ര പഠനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പഠനങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന വലിയ വലിയ ജെൻഡർ ആക്ടിവിസ്റ്റുകളുടെ ജീവിത കഥകൾ, പ്രത്യേകിച്ച് അവരൊക്കെ ആത്മകഥകൾ എഴുതിയവരാണ്. അപ്പൊ അവരുടെ ബാല്യത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും. ക്രോസ് ഡ്രസ്സിങ്, അതുപോലെ തന്നെ ഈ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്. ഇപ്പൊ മലയാളത്തിലൊക്കെ നോക്കിയാൽ മതി, ഇത്തരം ആളുകളുടെ ജീവിത കഥകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുക സാഹചര്യങ്ങളാണ് ഇവരങ്ങനെ ആക്കി ഈ സെക്ഷൽ ഓറിയന്റേഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ശാസ്ത്രീയത എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ചോദിച്ചാൽ അതിനെതിരെ വന്നിട്ടുള്ള ശാസ്ത്ര പഠനങ്ങൾ നമ്മൾക്ക് ഉദ്ധരിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ജെൻഡർ തിയറിക്കോ ക്യൂർ തിയറിക്കോ ശാസ്ത്രീയ അടിത്തറ ഇല്ല. അപ്പൊ പിന്നെ അതിന് ശാസ്ത്രീയ അടിത്തറ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം എന്തെങ്കിലും ചേർക്കും. അതിൽ വേറൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെറും ശാസ്ത്രീയമായി മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസീംക്കോട് പറഞ്ഞു, അതിൻ്റെ പുറമെ പല കാര്യങ്ങളും അള്ളാഹു ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഹറാമാക്കും. എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെറ്റായത് കൊണ്ട് മാത്രം ആയിക്കൊള്ളുന്നില്ല, പരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രം നിങ്ങളത് ചെയ്യുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി മാത്രം അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം സമൂഹത്തിലേക്ക്, ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നത് വലിയ ഉഹില്ലലക്കും ബഅദല്ലദി ഹുരിമ അലൈക്കും എന്നാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് ഹറാമാക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഹലാലാക്കാനാണ് ഞാൻ വന്നത്, പുതിയൊരു ശരീഅത്തുമായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഹറാമാക്കിയിരുന്ന കാര്യങ്ങൾ ചീത്തതല്ല, അള്ളാഹു ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രമായി ഹറാമാക്കിയതാണ്. അപ്പൊ അതുപോലെ അള്ളാഹു പരീക്ഷണത്തിന്റെ ഭാഗമായി ഹറാമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. വെറും ഈ ശാസ്ത്രീയമായി മാത്രം ചിലപ്പോൾ അതിന് ദോഷങ്ങൾ പോലും ഉണ്ടാകില്ല. അള്ളാഹു അത് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രം ഹറാമാക്കുന്ന രീതികളും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു അത് ഹറാമാക്കുള്ളൂ. അല്ല, ഒരു ദോഷവും ഇല്ലെങ്കിലും ചിലപ്പോൾ അതായത് നമുക്ക് പ്രത്യക്ഷമായ ഒരു ദോഷവും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ അള്ളാഹു അത് പരീക്ഷണത്തിന്റെ ഭാഗമായി ഹറാമാക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വേറൊരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യഭിചാരം, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹത്തിന് പുറമെയുള്ള പ്രണയവും അവർ ഒന്നിച്ച് താമസിക്കലും ഒന്നിച്ച് ജീവിക്കലും അവർക്ക് മക്കളുണ്ടാകലും ഇതെല്ലാം നടക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വിവാഹ ജീവിതത്തിൽ നടക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അതിൽ നടക്കുക. അതിൽ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൗതികമായി നോക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹു അത് ഹറാമാക്കി, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു കൺസെപ്റ്റും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കും. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പം ഇതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പല യൂറോപ്യൻ കൺട്രീസിലും ഈ സമ്പ്രദായം LGBTQ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിർത്തലാക്കിയിട്ടുണ്ട്, ഇത് ഇല്ലീഗലാണെന്ന് കാണിച്ചുകൊണ്ട്.
സോ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിലുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തന്നെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ പേരിൽ മാത്രമാണ്, അല്ലെങ്കിൽ അവർ മാത്രമാണ് ഇതിന് പ്രതികരിക്കേണ്ടതായിട്ടുള്ളത് എന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു പൊതു പ്രശ്നമായി എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നില്ല? മതവിശ്വാസികൾ മാത്രമല്ല, പൊതുവെ ഈ LGBTQIA+ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പോലും, അതായത് ട്രാൻസ്ജെൻഡറുകളായി സർജറി ചെയ്തിരുന്ന ആളുകൾ പോലും ആ ജെൻഡർ പൊളിറ്റിക്സിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരേതെങ്കിലും ഒരു മതത്തിന്റെ ബേസിസിലല്ല അതിനെതിരെ സംസാരിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ധ്വനിയാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മതങ്ങൾ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ, ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്, അത് അവരുടെ ഒരു മതപരമായ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇങ്ങനത്തെ എതിർപ്പുകൾ വരുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ല, ശാസ്ത്രീയമായി തന്നെ ഇതിനെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഭൂമികയിൽ നിന്നുകൊണ്ട് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മുടെ ഡിസയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്, നമ്മളുടെ ഇച്ഛകളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഇച്ഛകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ മനഃശാസ്ത്ര പഠനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്നത് എന്താ, നമ്മുടെ ഇച്ഛ എന്താണോ നമ്മോട് പറയുന്നത്, എന്ത് തരം സെക്ഷൽ ഓറിയന്റേഷൻ ആണുള്ളത് അതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ വേണം എന്ന് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്നില്ല. ഒരു ഡിസിപ്ലിനും അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഡിസിപ്ലിനും വേണ്ട ആവശ്യമില്ല, പരമാവധി ഫ്രീഡം, പരമാവധി ആസ്വദിക്കുക, ഇത് മാത്രമാണ് അവർ പറയുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ പുതിയ മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഈ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോഴാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഒരു പുസ്തകം, ബെസ്റ്റ് സെല്ലറായ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. അത് എഴുതിയത് ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പഠനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഒരു എക്സ്പെരിമെൻ്റായിട്ട് ബന്ധപ്പെട്ടാണ്. മാർഷ്മെല്ലോ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. മാർഷ്മെല്ലോ എക്സ്പെരിമെൻ്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാർഷ്മെല്ലോ എക്സ്പെരിമെന്റ് ഇത് കുറേ മുമ്പ് നടന്നൊരു എക്സ്പെരിമെന്റ്, ഏകദേശം 1972 നടന്നൊരു എക്സ്പെരിമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ 2024 1972 നടന്ന മാർഷ്മെല്ലോ എക്സ്പെരിമെന്റ് ലോകത്താകെ വളരെ പ്രശസ്തമായ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ അതിൽ എന്തായിരുന്നു ആ എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ, പ്ലഷറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. കുട്ടികളെ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. കുട്ടികളായിരുന്നു അതിലെ അവരെ വെച്ചിട്ടായിരുന്നു എക്സ്പെരിമെന്റ്, അവരായിരുന്നു ഒബ്സർവേഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക്, ഇപ്പൊ മാർഷ്മെല്ലോ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പഞ്ഞി പോലത്തെ ആ മിഠായിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു മിഠായി അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കും. ഒരു കുട്ടിയുടെ മുന്നിൽ ഒരു റൂം ഉണ്ടാവും, ആ റൂമിൽ ഒരു കുട്ടി ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത റൂമുകളിൽ ഓരോ കുട്ടികൾ ഈച്ചങ്ങനെ ഉണ്ടാവും. അതിൽ ഒരു കുട്ടിക്ക് ഒരു കഷ്ണം മാർഷ്മെല്ലോ കൊടുക്കും. എന്നിട്ട് ആ കുട്ടിയോട് ആ സയന്റിസ്റ്റ് പറയും, ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, ആ 15 മിനിറ്റിനുള്ളിൽ നീ ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് വേറെ മാർഷ്മെല്ലോ കിട്ടില്ല. പക്ഷേ ഞാൻ പോയി വരുമ്പോൾ നീ ഇത് കഴിച്ചിട്ടില്ല, നീ വെയിറ്റ് ചെയ്തു എങ്കിൽ നിനക്ക് വേറെ ഒരു മാർഷ്മെല്ലോ കൂടി തരാം. ഇതായിരുന്നു ഡീല്. അങ്ങനെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്തു, അവർ പെട്ടെന്ന് മാർഷ്മെല്ലോ അല്ലേ കിട്ടിയത്, അവർക്ക് ഭയങ്കര ആഗ്രഹത്തോടു കൂടി, ആത്യാർത്ഥിയോടു കൂടി അവർ കഴിച്ചു. ചില കുട്ടികൾ ഇങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നു, ഇനി എങ്ങാനും അടുത്തൊരു മാർഷ്മെല്ലോ കിട്ടിയാലോ. പക്ഷെ അവസാനം അവർ മടുത്തിട്ട് അവർ ആ ടൈം ആകുന്നതിന് മുമ്പേ കഴിക്കുന്നു. വേറൊരു വിഭാഗം കുട്ടികൾ ഒരുപാട് കാത്തു നിന്നു, അവസാനം ഈ സയന്റിസ്റ്റ് വരുന്നവരെ കാത്തു നിന്നു, അവസാനം അത് കഴിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് സയന്റിസ്റ്റുകൾ വാഗ്ദാനം ചെയ്ത പോലെ പിന്നീട് ഒരു മാർഷ്മെല്ലോ കിട്ടി. എന്നാൽ ഇവിടെ കൊണ്ട് ആ എക്സ്പെരിമെന്റ് അവസാനിക്കുന്നില്ല. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവരെങ്ങനെ ഫോളോ ചെയ്തു, ഏകദേശം 40 വർഷത്തോളം ഇവരെങ്ങനെ ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികളുണ്ടല്ലോ, മാർഷ്മെല്ലോ പുതിയ ഒന്നുകൂടി കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണം എന്നാണ് കണ്ടീഷൻ. അങ്ങനെ വെയിറ്റ് ചെയ്ത കുട്ടികൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അവർ കൂടുതൽ സക്സസ്ഫുൾ ആയി ലൈഫിൽ മാറി. എന്നാൽ മറ്റുള്ള കുട്ടികളോ, അവർ ഡ്രഗ് അഡിക്ട്സ് ആയി മാറി, അതിൽ പലരും സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളായി മാറി, ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരായി മാറി. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസയേഴ്സിന്, ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നത് പോലെ ഡിസയേഴ്സിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക, ഭയങ്കര ഫ്രീഡം, അമിതമായ ഫ്രീഡം, ഡിസിപ്ലിൻ ഒന്നുമില്ല എന്ന രൂപത്തിലേക്ക് പോയാൽ അവർ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെയധികം കുറയും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഒരുപാട് കാത്തു നിന്ന് ലഭിക്കുന്നതിന് കൂടുതൽ സംതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ ഇസ്ലാം സെക്സിന്റെ വിഷയത്തിൽ പോലും ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്
ഈ ഒരു മനഃശാസ്ത്രം, നമ്മൾ പടച്ചത് അള്ളാഹു ആണല്ലോ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം നമ്മെക്കാൾ കൂടുതൽ നന്നായി അറിയാൻ നമ്മുടെ പടച്ചവനായ അള്ളാഹുവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് ആ ഒരു കാര്യം, ആ ഡിസിപ്ലിൻ്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തരാം. ഒരു സെക്ഷൽ ലൈഫിൽ പോലും മാരീഡ് ആയിട്ടുള്ള ഇണയോട് പോലും എങ്ങനെയൊക്കെ സെക്സിൽ ഏർപ്പെടാൻ പറ്റും, എങ്ങനെയൊക്കെ പാടില്ല എന്നതിനടക്കം കണിശമായ ഒരുപാട് ഡിസിപ്ലിൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും നമ്മൾ ഈ വിഷയത്തിൽ ചേർത്ത് വായിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പലപ്പോഴും ഈ ഡിസിപ്ലിൻ ഒന്നുമില്ല, പരമാവധി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ആശയം എത്രത്തോളം നമ്മെ നശിപ്പിക്കും എന്ന് മനഃശാസ്ത്ര പഠനങ്ങളാണ് പറയുന്നത്. ഒരു സെക്യുലർ വീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണ്. ഒരു മതവിശ്വാസി ആകണമെന്നില്ല അത് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വെറും മതവിശ്വാസികളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമല്ല ഇതിന് എതിർപ്പുകൾ വരുന്നത്. മനഃശാസ്ത്രപരമായ പഠനങ്ങളിൽ നിന്ന് ഇത്തരം ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതത്തിനെതിരെ എതിർപ്പുകൾ വരുന്നുണ്ട് എന്ന ആ വിഷയത്തിൽ അതില് നേരത്തെ ചോദിച്ചതിലേ, ഇപ്പോൾ ലോകതലത്തിൽ തന്നെ നല്ലൊരു ഒരു പ്രതിരോധം രൂപപ്പെട്ടു. പ്രത്യേകിച്ച് എലോൺ മസ്ക് ഒക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്, എന്താണ് പറയാ, ഒരു ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ടും വരും. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലേക്ക് ഒരുപാട് സംഘടനകൾ ഇത് ഭയങ്കരമായി ഏറ്റെടുക്കുകയും പിന്നെ അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല, ഇപ്പോൾ മാറ്റ് വാൾഷിന്റെ എല്ലാവർക്കും അറിയുന്ന ഒരു ഡോക്യുമെന്ററി ആയിരിക്കും വാട്ട് ഈസ് എ വുമൺ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും, ഒന്ന് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അതൊരു മുസ്ലിം അല്ല. അപ്പൊ ഇതൊരു മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാരുടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളിതൊരു പൊതു പ്രശ്നമായിട്ടാണ് ഇത് റേസ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സ്വവർഗരതി എന്നുള്ളത് പാപമാണ്. അത് നമ്മൾ ഇത് എതിർക്കുന്നതിന്റെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലൂടെയുള്ള ലൈംഗികതയിൽ പുണ്യമുണ്ട്. അതാണ് നമ്മൾക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ക്ഷമിക്കുവാനും അതൊരു പരീക്ഷണമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളത്. പക്ഷെ നമ്മൾ ഈ വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു മൊത്ത സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ജെൻഡർ പൊളിറ്റിക്സ് ശക്തമായ സമയത്ത് മുൻ മിസ് അമേരിക്ക ആയിട്ടുള്ള അനിത പ്രയാനുണ്ട്. അവരെന്ത് ചെയ്തു, സേവ് അവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. അഥവാ കുട്ടികളത് ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജെൻഡർ ഡിസ്ഫോറിയയുടെ ഒരു പകർച്ചവ്യാധി പോലെ പകരുന്ന പ്രശ്നം, രണ്ട് ഫാമിലി സ്ട്രക്ചറിന്റെ തകർച്ച, പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇപ്പൊ അവസാനം പോലും കേരളത്തിൽ വന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് പബ്ലിക്കിൽ പറയുമ്പോൾ നമ്മൾ അത് പ്രത്യേകമായ ഒരു മുദ്ര കുത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഫാമിലി സ്ട്രക്ചറിന്റെ തകർച്ച നമ്മൾക്ക് പറയാം. അങ്ങനെ ഒരുപാട് മൊത്തത്തിൽ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിന് തീർച്ചയായും അവരുടെ പ്രശ്നമായിക്കൊണ്ട് തിരിച്ചറിയാവുന്ന എന്താ പറയുക പോയിന്റ്സുകളാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അൾട്ടിമേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എല്ലാ ലൈംഗിക വൈകൃതങ്ങളും പാപമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഫൈറ്റിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് മൊത്തത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം. അതിൽ ശാസ്ത്രജ്ഞരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരിൽ ഉൾപ്പെടുന്നവരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളും നമ്മുടെ ശബ്ദം റൈസ് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ കൂടെ എന്നുള്ളതാണ്. അതിൽ വേറൊരു ചെറിയ കാര്യം കൂടി, ഇപ്പോൾ ഇവിടെ കുറേ ആളുകൾ പറഞ്ഞു അവരൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മതപശ്ചാത്തലത്തിലല്ലാത്ത ആളുകൾ നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ പോലും വളരെ ഫേമസ് ആയ നിരീശ്വരവാദികൾപ്പെട്ട ആളുകൾ പോലും ജെൻഡർ പൊളിറ്റിക്സിനെതിരെ രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് വളരെ പ്രശസ്തനാണ്. ഏറ്റവും ഇപ്പോൾ നവനാസ്തികതയുടെ 4 കുതിരക്കാരിൽ പ്രധാനിയായ ഒരാളായിട്ട്, വലിയ നേതാവായിട്ടാണ് റിച്ചാർഡ് ഡോക്കിൻസിനെ കാണുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് സത്യം പറഞ്ഞാൽ ഒരു പക്ക നിരീശ്വരവാദിയാണ്. ആ നിരീശ്വരവാദിയ റിച്ചാർഡ് ഡോക്കിൻസ് പോലും ഡെബ്രാസോവിന്റെ ദ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചതിന് ശേഷം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഈ പഠന മേഖലകളിൽ, അക്കാദമിക പഠന മേഖലകളിൽ ജെൻഡർ പൊളിറ്റിക്സ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് അടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മതവിശ്വാസികൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്നതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ മതവിശ്വാസികളായിരിക്കാം കൂടുതൽ എതിർക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കാരണം മതവിശ്വാസികൾ കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്, കുറച്ചും കൂടി ഒരു സംഘടന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് അങ്ങനെ ഒരു സവിശേഷത, നമുക്ക് സാമൂഹിക ബോണ്ടിങ് നല്ലോണം ഉണ്ട്. അപ്പോൾ നിരീശ്വരവാദികൾ എവിടെയെങ്കിലും അവിടെ ഇവിടെയും ഒരൊറ്റ ഒരാൾ പറയുമ്പോൾ അതത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല, അത് അത്ര ആളുകൾ കേട്ടോളണമെന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നവും അതിലുണ്ടാകാം. അതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ റിച്ചാർഡ് ഡോക്കിൻസിന്റെ സംഗതി പറഞ്ഞു. പിന്നെ ലോകത്ത് നിലനിൽക്കുന്ന നിരീശ്വരവാദികളുടെ നേതാവാണ് റിച്ചാർഡ് ഡോക്കിൻസ്. നമ്മുടെ നാട്ടിലെ പിന്നെ നാസ്തിക ദൈവങ്ങൾ ഉൾപ്പെടെ അവരുടെ ആചാര്യന്മാരായി മനസ്സിലാക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസിനെയാണ്. റിച്ചാർഡ് ഡോക്കിൻസ് ഇത് ട്വീറ്റ് ചെയ്യുന്നു. ഡോക്ടർ ഡെബ്രാസോ എഴുതിയ ദ എൻഡ് ഓഫ് ജെൻഡർ എന്ന പുസ്തകം, അവരൊരു സെക്സോളജിസ്റ്റ് ആണ്. അവരെഴുതിയ പുസ്തകം ഈ LGBT ആക്ടിവിസം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പിന്നെ പ്രശ്നങ്ങളെ കുറിച്ച് അവരെഴുതുന്ന പുസ്തകം, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് ട്വീറ്റ് ചെയ്യുകയാണ്.
അതിൽ ഡെബ്രാസോ സൂചിപ്പിക്കുന്നത്, അവരൊരിക്കലും ഒരു മുസ്ലിം അല്ല, അവർ സൂചിപ്പിക്കുന്നത് ദ വാർ അഗെയിൻസ്റ്റ് സയൻസ് അല്ലെങ്കിൽ ദ വാർ അഗെയിൻസ്റ്റ്, അതായത് ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്, ഹ്യൂമാനിറ്റിയോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഇത് എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ് ട്വീറ്റ് ചെയ്യുന്നു, റിച്ചാർഡ് ഡോക്കിൻസിന് ഹ്യൂമനിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിരുന്നു. അത് അദ്ദേഹത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് ആ അവാർഡ് തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ബാൻ ചെയ്യുന്നു. വോൾട്ടഹെയറിന്റെ സംഭവം നേരത്തെ അസീമോട് സൂചിപ്പിച്ചു. വോൾട്ടഹെയറിന്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. എത്രയോ പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞരെ അവർക്കുള്ള ഫണ്ട് തടയുന്നു, അവർക്കുള്ള സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ അവസാനിപ്പിക്കുന്നു, അവരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ബാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് പല ആളുകൾക്കും ഇത് പറയാനുള്ള ഒരു പേടി ഉണ്ടാകുന്നു. പറയുന്ന ആളുകളെ ചാപ്പ കുത്തി അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും തടയുന്ന സാഹചര്യം ഒരു വശത്തുണ്ടാകുന്നു. അതോടൊപ്പം യൂറോപ്പിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ അവർ അതിൻ്റെ പ്രശ്നം ഏറ്റവും അധികം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ ഇതിനെതിരെ ഉയർന്നു വരുന്ന നമുക്ക് കാണാൻ കഴിയും. നിമോളറെല്ലാം സൂചിപ്പിച്ചതുപോലെ ഫാഷിസം സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം എന്നെ തേടി വരുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. പിന്നീട് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് വ്യാപകമായി വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഇതിനെതിരെ ശബ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഏറ്റവും ആധികാരികമായി, ഏറ്റവും കൃത്യമായി ധാർമ്മികത മുന്നോട്ട് വെക്കാൻ കഴിയുക അത് ദൈവവിശ്വാസികൾക്കാണ്, അത് ഇസ്ലാമിന് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പഴയ കാലത്ത് ഈ LGBT വിഷയം ഇത്രത്തോളം വ്യാപകമായി ഇല്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്രത്തോളം ജനശ്രദ്ധയിൽ വന്നത്? ഇത് അമേരിക്കയിൽ സെക്ഷൽ റവല്യൂഷൻ ഉണ്ടാകുന്നു. അഥവാ നമ്മുടെ ലൈംഗികത എന്ന് പറയുന്നത് അത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഗതിയല്ല. അതിനപ്പുറത്തേക്ക് അത് എന്ത് ചെയ്യുക, വ്യാപിക്കണം. എല്ലാവർക്കും ആ രൂപത്തിൽ സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യ സമൂഹത്തിൽ അനുവദിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്ത അതിൻ്റെ ഭാഗമായി, ഹിപ്പി കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരത്തിലൊരു റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ലോകതലത്തിൽ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിലുള്ള വ്യാപനം ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗേകളും ലെസ്ബിയൻസ് ഒക്കെ മുമ്പേ ഉണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൻ്റെ ചരിത്രം അറിയാം, അതിന് മുമ്പുള്ള ചരിത്രം അറിയാം. അതുപോലെ തന്നെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൂവ്മെൻ്റ് ആയിക്കൊണ്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റോൺ വാൾ റൈറ്റ്സിന് ശേഷമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ എല്ലാം നമ്മളൊക്കെ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി നമ്മളൊക്കെ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അമേരിക്കക്കാരൻ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് കിട്ടുന്നതൊക്കെ നമ്മൾക്കും കിട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ദൃശ്യത കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നമ്മളെടുത്തുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പക്ഷെ എന്തായിരുന്നാലും 1970-കൾക്ക് ശേഷമാണ് ഇത് ഇത്ര ശക്തമാകുന്നത്. അത് ഈ ഒരു സംഘടിത മുന്നേറ്റം സംഭവിച്ചപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ ഇതുപോലത്തുള്ള ഇത്തരത്തിലുള്ള സൈദ്ധാന്തിക അടിത്തറകൾ എന്തെങ്കിലും വന്നതോടുകൂടി ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുണ്ടായി. പിന്നെ നിയമനിർമ്മാണം ഉണ്ടായി, ഇതിനനുകൂലമായ നിയമനിർമ്മാണം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് അതായത് ഞാൻ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദിവസം കൊണ്ടുണ്ടാകുന്ന മാറ്റമല്ല. പതുക്കെ പല അജണ്ടകളിലൂടെ, പല സംവിധാനങ്ങളിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഹെറ്ററോനോർമേറ്റീവ് ആയിരുന്ന ഒരു സമൂഹം പ്യൂർ നോർമേറ്റീവ് പറഞ്ഞാൽ അത് ഒരുപാട് കാലത്തെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടന്നാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഇത്തരത്തിൽ എന്ത് ചെയ്തത്, മാറ്റമുണ്ടായി എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒന്നാം ലോക രാജ്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കോളനിവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. കോളനിവൽക്കരണം എന്തിനാണ് അവർ നടത്തിയത്? അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തിയൊരു സംഗതിയാണ്. അതായത് മറ്റുള്ള നാടുകൾ കൊള്ളയടിക്കുക, അവിടെയുള്ള സമ്പാദ്യം മുഴുവൻ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോവുക, സ്വന്തം നാട് പടുത്തുയർത്തുക, എന്നിട്ട് കോളനികൾ ദരിദ്രമാക്കി അവശേഷിപ്പിക്കുക. ഇതായിരുന്നു കോളനിവൽക്കരണം വളരെ ചുരുക്കി പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. അതെന്തിനാണ് അവർ ചെയ്തത്? അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇന്ത്യയെ ചൂഷണം ചെയ്തത്. ഇങ്ങനെ അവർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കോളനികളുടെ കാലഘട്ടം കഴിഞ്ഞു. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം പല രാഷ്ട്രങ്ങളും സ്വതന്ത്രമായി ഈ കോളനി രാഷ്ട്രങ്ങളിൽ നിന്ന്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ അധികാരം വീണ്ടും ഉറപ്പിക്കാൻ അവർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. വീണ്ടും ഇവരെ ചൂഷണം ചെയ്യാൻ, എങ്ങനെയെങ്കിലും ഈ മൂന്നാം ലോക രാജ്യങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ലാഭം കൊയ്യാൻ അവർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സാധനമാണ് കൾച്ചറൽ ഇമ്പീരിയലിസം. നമ്മളൊക്കെ ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാകാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല,
കൾച്ചർ, അവരുടെ കൾച്ചറിനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിലൂടെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വദേശത്തേക്ക് ഇവരുടെ കൾച്ചറിനെ അടിച്ചേൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് കൾച്ചർ ഇവിടെ അടിച്ചേൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ, ഫുഡ് പ്രൊഡക്റ്റുകൾ ഇവിടെ നല്ലോണം വിൽപ്പന ഉണ്ടാവും, നല്ല കച്ചവടം ഉണ്ടാകും. ഇതേപോലെ പല വിഷയങ്ങൾ, കോസ്മെറ്റിക്സ്, നമ്മുടെ ഫാഷൻ സെൻസ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫാഷൻ സെൻസ് ഉണ്ട്. ഇന്ത്യക്കാർക്ക് തനതായ ഒരു കൾച്ചർ ഉണ്ട്, തനതായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതിന് പകരം അമേരിക്കയുടെ ഒരു ഡ്രസ് കോഡ്, ഒരു ഫാഷൻ സെൻസ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ആരുടെ പ്രൊഡക്ട്സ് ആണ് വിൽപ്പന ചെയ്യപ്പെടുക? അമേരിക്കയുടെ പ്രൊഡക്ട്സ് ആണ്. അതിൽ നിന്ന് അവർക്ക് ലാഭം. ഇതിനാണ് കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുക. അവരുടെ കൾച്ചർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. എന്നിട്ട് നമ്മുടെ കൾച്ചർ എന്തോ വളരെ മോശമാണ്, നിങ്ങളുടെ കൾച്ചർ വളരെ പുരാതനമാണ്, എന്തോ വെറുക്കപ്പെടേണ്ടുന്ന പഴഞ്ചനായ ഒരു കൾച്ചറാണ്, നമ്മുടെ കൾച്ചറാണ് ആധുനിക ലോകത്തിന് വേണ്ട കൾച്ചർ എന്ന രൂപത്തിൽ അവരിങ്ങനെ ആ കൾച്ചർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ ശ്രമിക്കും. ശരിക്കും അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് LGBTQ പൊളിറ്റിക്സ് ഒക്കെ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ബില്യൺ കണക്കിന് ഡോളറുകളാണ് അമേരിക്ക ജെൻഡർ ആക്ടിവിസമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയത്. NGOകൾ വഴിയാണ് ഇവർ ആ തന്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുക. NGOകൾ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. ആ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് പുറത്തുനിന്ന് ഫണ്ടിങ് ഒക്കെ ഉണ്ടാക്കാൻ നിയമപരമായ അനുവാദങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്ന് ഫണ്ട് ലഭിച്ചുകൊണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തും. ആ കൾച്ചർ ഇവിടെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അവസാന ലാഭമുണ്ട്. ഇത്രയും ബില്യൺ കണക്കിന് ഡോളറുകൾ അവർ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്തോ ഈ ആക്ടിവിസത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. അല്ല, ഈ ആക്ടിവിസം ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ, അതിനനുസരിച്ച് ആളുകളുടെ തലച്ചോറുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് അവർ ഇവിടെ എത്ര ബില്യൺ ഡോളറുകളാണോ ചാരിറ്റിയായി തന്നത് അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി 10 മടങ്ങായി അവർക്ക് ലാഭമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ നോക്കുക, നമ്മുടെയൊക്കെ ഒരു കൾച്ചർ മാറിക്കൊണ്ടിരിക്കല്ലേ, നമ്മുടെ ഫുഡ് കൾച്ചർ മാറിക്കൊണ്ടിരിക്കല്ലേ, നമ്മുടെ ഫാഷൻ സെൻസ് മാറിക്കൊണ്ടിരിക്കല്ലേ. ശരിക്കും ഇവിടെയൊക്കെ ബ്രെയിൻ വാഷിംഗ് നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി, അതേപോലെ സിനിമകൾ വഴി, ഇതിലൂടെയൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കോൺസ്റ്റന്റ് ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞൊരു ഘടകവും ഇത്തരം ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ വളരെയധികം വ്യാപിക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വ്യാപിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലല്ലോ, എൻ്റെ ഇല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്ക് പല ആളുകളും ഇതിനെക്കുറിച്ച് എതിർക്കുമ്പോൾ നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ ബസ് ഇട്ടാവതാരാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലുണ്ട്. ഇപ്പം നമ്മൾ ഖുറാനിലും അതേപോലെ തന്നെ ബൈബിളിലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂത്ത് നബിൻ്റെ സമുദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 3600 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുള്ള സദോം ഗമോറ എന്നൊക്കെ പറയുന്ന സമൂഹം. ഇപ്പോൾ ഈ 2021 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡി, ഈ ചാവുകടലിന് സമീപത്തുള്ള ടെൽ ഹമാമിൽ വെച്ച് നടന്നിട്ടുള്ള സ്റ്റഡി പറയുന്നത് ഒരു കോസ്മിക് എയർബസ്റ്റ് മൂലമാണ് അവർ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതും ഖുർആനിൽ വന്നിട്ടുള്ള ഇവരെങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു സംഗതിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഫ്രണ്ടിന്റെ ചോദ്യം ഒന്നുകൂടി നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൽ എന്താണ് ആ പഠനം, ആരാണ് ആ പഠനം നടത്തിയത്, അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും സ്വവർഗാനുരാഗം തീവ്രമായി നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ലൂത്ത് നബിയുടേത്. അള്ളാഹു അവരെ കീഴ്മേൽ മറിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇന്നും ആ ചാവുകടൽ അതിനെ ഒരു ബാക്കിപത്രമായി, അതിൻ്റെ ഒരു പാഠമായിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്ന, ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം. ഈ പറഞ്ഞ പഠനവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഇവിടുത്തെ ആരോടെങ്കിലും കണക്ട് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നോക്കിയിട്ട് പറയാം. പിന്നെ ഇത് എന്താണ് ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും സത്യത്തിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അതിലൊരു സംശയമില്ല, എല്ലാ മതങ്ങളും. പക്ഷേ പല മതങ്ങളെയും ഈ ഒരു അജണ്ടയിലേക്ക് അതിനെ വല്ലാതെ ആ എതിർപ്പിൻ്റെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് നടക്കുകയും ചെയ്യും, സ്വാഭാവികമാണ്. കാരണം എപ്പോഴും മൊറാലിറ്റിൻ്റെ ബേസ് എന്നുള്ളത് മതങ്ങളാണ്.
ഈ മതങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് ഈ മൊറാലിറ്റി നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും മതങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള അജണ്ടകൾ നിരന്തരം നടക്കും. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ലൂത്ത് നബിയുടെ സമൂഹത്തിൽ നിന്ന് ഇസ്ലാം സ്വവർഗരതിയെ എന്ത് ചെയ്തിട്ടില്ല, വിരോധിച്ചിട്ടില്ല. അതിൻ്റെ അതിതീവ്രതയാണ് ഇസ്ലാം വിരോധിച്ചത് എന്ന രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ പുറത്തു വരാറുണ്ട്. പല ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന പ്രൊഫസർമാരാണ്, നല്ല അക്കാഡമിക് രംഗത്തുള്ളവരാണ് ഇതൊക്കെ പുറത്തിറക്കാറുള്ളത്. പക്ഷെ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന് ഖുർആനും ഹദീസും യഥാർത്ഥത്തിൽ വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. മാത്രമല്ല മുസ്ലിം ലോകത്ത് പല ആക്ടിവിസ്റ്റുകളും പല UK ബേസ് ചെയ്ത് ഈമാൻ ഹിദായ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായി ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണെന്നല്ല. ഇതൊക്കെ ജെൻഡർ പൊളിറ്റിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന സമുദായത്തിനകത്തെ സംവിധാനങ്ങളാണ്. ഇപ്പോൾ മുഹമ്മദ് ആൽ വർഷം എന്ന് പറയുന്ന വ്യക്തിയാണ്, ഒരു സുഡാനുകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ മർഹബ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നു. അപ്പം അതിലൂടെ ഗേ നിക്കാഹുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, ലെസ്ബിയൻ നിക്കാഹുകളൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. പിന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി പള്ളികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി നമ്മൾക്ക് അതിനെക്കുറിച്ച് അത് പാപമാണ്, തിന്മയാണെന്നൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതഗ്രന്ഥങ്ങളും അതിനെ പാപമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിന് ആ മതത്തിനിടയിൽ നിന്നുകൊണ്ട് അത് പാപമല്ല, ആ മതം അതിനെ എതിർക്കുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന പല ആക്ടിവിസ്റ്റുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി അതിനോട് ചേർത്ത് പറയാം. ആ പഠനത്തിൽ ഇനി മുസ്ലിം എന്തെങ്കിലും ചേർക്കും? ഇല്ല, പഠനത്തിൽ ചേർക്കല്ല. ആ പഠനത്തിൽ എന്താണ് കൃത്യമായിട്ട് പറയുന്നത് വിശദമായിട്ട് വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞത് പ്രകാരം എന്താ കോസ്മിക് ബേസ്റ്റോ അങ്ങനെ എന്തല്ലേ പറഞ്ഞേ? കോസ്മിക് എന്താ കേൾക്കുന്നത്? എക്സ്പ്ലോഷൻ ആണോ? ഉൽക്കകൾ വീണിട്ട് മിറ്റിയോർസ് വന്നിട്ട്, അതായത് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഈ മഡ് ഉണ്ടല്ലോ, അതിൽ ചെറിയ ഹോളുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഹീറ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ കാരണം എന്നാണ് ഇപ്പൊ അടുത്ത് നടന്നുള്ള സ്റ്റഡിയിൽ. ഇപ്പൊ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു ഇതുണ്ട്, 7 മാസം മുമ്പ് നടന്നിട്ടുള്ള ഒരു സീരീസ് ആൽബർട്ടിലിന് നടത്തിയിട്ടുള്ള, അതിൽ കറക്റ്റ് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിലൊരു ആയത്തുമായിട്ട് കണക്റ്റഡ് ആണോ എന്നാണ് എന്റെ ചോദ്യം. അതെ, ഖുർആനിലൊരു ആയത്ത് അങ്ങനെ ഉണ്ട്, പക്ഷെ അതിൽ കൃത്യമായിട്ട് അത് മിറ്റിയോർസ് ആണോ എന്താണെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നില്ല. അങ്ങനെ ആ പദപ്രയോഗങ്ങൾ അള്ളാഹു നടത്തുന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ ഒരു പദപ്രയോഗം നമുക്ക് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതിൽ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറഞ്ഞത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായമായിട്ട് ബന്ധപ്പെട്ട് വംതർന അലൈഹിം ഹിജാറത്തും മിൻ സിജ്ജീൽ എന്നാണ്. അതായത് അവരുടെ മേൽ ചൂള വെക്കപ്പെട്ട ഇഷ്ടികക്കല്ല് നാം വർഷിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഈ പഠനത്തോട് കണക്റ്റഡ് ആയിരിക്കാം. അത് കൂടുതൽ വിശദാംശങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷേ വളരെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതുതന്നെയാണ് സംഗതി. ഇഷ്ടികക്കല്ല്, ചൂള വെക്കപ്പെട്ട ഇഷ്ടികക്കല്ല് കൊണ്ട് അവർ നശിപ്പിച്ചു എന്നാണ്, അവരുടെ മേൽ വർഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് അവർ നശിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ചരിത്രപരത വ്യക്തമാകുകയാണ്, അത് ദൈവികമാണ് എന്നത് വ്യക്തമാകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്തൊരു ഇസ്ലാമിക് ന്യൂസ് പേപ്പറിൽ തന്നെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഖിലാഫത്തിൻ്റെ അവസാന കാലത്ത് അലി റളിയല്ലാഹു അൻഹു ആണോ മുആവിയ ആണോ അവസാന ഖലീഫ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തിൽ അവസാനം അലി മക്കത്തെ ഖലീഫയായി, മുആവിയ വേറെ പ്രദേശത്തെ ഖലീഫയായി. ഈ ഒരു സമയത്ത് മുആവിയൻ്റെ ഭരണപ്രദേശത്ത് ഒരു സമ്പന്നനായ ഒരു മുസ്ലിം മരണപ്പെട്ടു. ആർട്ടിക്കിൾ പറയുന്നത് ഇങ്ങനെയാണ്: ആ സമ്പന്നനായ മനുഷ്യന് ഒരുപാട് മക്കളുണ്ട്, അതിൽ ആണും പെണ്ണും മിശ്രലിംഗക്കാരുണ്ട് എന്നതിൽ പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം മുആവിയൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മുആവിയ പറയുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇന്നേക്കാൾ ഒന്നുകൂടി അറിവില്ലത് അലിക്കാകും, അലിൻ്റെ അടുത്ത് പോകുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അലിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. അതിനുശേഷം മക്കത്ത് ഇവർ അലിൻ്റെ അടുത്ത് എത്തിയിട്ട് അലിനോട് ഇവർ ഇതേ സംഭവം പ്രസന്റ് ചെയ്തപ്പോൾ അലി പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നത്തിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു ആൻസർ ഉള്ളൂ. ആൻസർ എന്താ വെച്ചാൽ, ഇപ്പം പടച്ചോൻ സൃഷ്ടിച്ചത് ആൺ പെണ്ണിൽ ഈ 2 ലിംഗത്തെയാണ്. അതിൽ ഇനി ഏതൊരു എക്സ്ട്രാ ലിംഗം മനുഷ്യ രൂപപ്പെടുത്തുകയാണെങ്കിൽ പോലും, ഇന്ന് ഈ പറയുന്ന മിശ്രലിംഗം എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും, ഈ ഒരു ലിംഗത്തെ ആഴത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും പടച്ചോൻ സൃഷ്ടിച്ച ആൺ പെണ്ണെന്നിൽ ഏതെങ്കിലും ഒരു ലിംഗം ഇതിൽ പ്രസന്റ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പം ഇന്നത്തെ ഒരു കാലത്ത് ഈവൻ ജെനിറ്റൽ ഓർഗൻ പോലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു ആൻസർ എത്രമാത്രം നമുക്ക് പ്രശസ്തമാണെന്ന് പറയാൻ പറ്റുമോ? അതിൽ അലി റളിയല്ലാഹു ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണ്, എങ്ങനെയാണ് ഒരു സ്ത്രീയും പുരുഷനും നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ്.
അതായത് ബാഹ്യമായ സവിശേഷതകൾ പ്രകാരം ആയിരിക്കണം സ്ത്രീയെയും പുരുഷനെയും നിർണ്ണയിക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സംശയം വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സ്ത്രീയായിട്ട് ജനിച്ച സാധാരണ പുരുഷനായിട്ട് ജനിച്ച ആളുകളുടെ വിഷയത്തിൽ അത്ര സംശയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇൻ്റർസെക്സായി ജനിക്കുന്ന ആളുകളുണ്ട്, അവരുടെ വിഷയത്തിലാണ് സംശയം ഉണ്ടാവുക, ഇവരെ ഏത് കൂട്ടത്തിലാണ് പെടുക എന്നുള്ളത്. ഇപ്പോൾ ചില അഖീദ ഗ്രന്ഥങ്ങളിൽ പോലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പരാമർശിച്ച് പോകുന്നുണ്ട്, ഹുൻസ എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ അവർ ജന്മന ചിലപ്പോൾ രണ്ട് സെക്സിൻ്റെയും ക്യാരക്ടേഴ്സ് അവർക്ക് ഉണ്ടാവും. ചിലർക്ക് രണ്ട് സെക്സിൻ്റെയും സെക്ഷൽ ഓർഗൻസ് ഉണ്ടാകും. ചിലപ്പോൾ രണ്ട് രൂപത്തിൽ അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റിപ്രൊഡക്ഷനിൽ ഏർപ്പെടാൻ പറ്റും. ഒരു പുരുഷൻ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു പുരുഷനെ പോലെ ഒരു സ്ത്രീയെ ഗർഭം ധരിപ്പിക്കാൻ പറ്റും, അതേസമയം സ്വയം ഗർഭം ധരിക്കാൻ പറ്റുന്ന ഇന്റർസെക്സുകളുണ്ട്. ഇതിന് ഒന്നിനും പറ്റാത്ത, റിപ്രൊഡക്ഷൻ പറ്റാത്ത പക്ഷേ രണ്ട് സെക്ഷൽ ഓർഗൻസ് ഉള്ളവരുണ്ട്. അങ്ങനെ ഇന്റർസെക്സ് പല ടൈപ്പ് ഇന്റർസെക്സുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം കാണുന്നത് ഒരു ബോഡി ഡിഫോമിറ്റി ആയിട്ടാണ്. സാധാരണ ആണ് പെണ്ണ് എന്നതിനപ്പുറം വേറൊരു ലിംഗമായിട്ടല്ല ഇസ്ലാം അവരെ കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അവർ ഉൾപ്പെടുത്തും, അവരുടെ ബാഹ്യമായ സവിശേഷതകൾ വെച്ച് പ്രവർത്തിപ്പിച്ച്. അപ്പോൾ ചില ഇന്റർസെക്സുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഓർഗൻസ് ചിലപ്പോൾ സ്ത്രീയുടേതായിരിക്കും, പക്ഷെ ശബ്ദം ചിലപ്പോൾ പുരുഷൻ്റെതായിരിക്കും. അതേപോലെ സെക്ഷൽ ഓർഗൻസ് ചിലപ്പോൾ പുരുഷൻ്റെതായിരിക്കും, ചിലപ്പോൾ ശബ്ദം, കാരണം ശബ്ദം എന്താണ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ്. പ്രൈമറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്റർസെക്സിൽ വ്യത്യസ്ത തരങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒളിമ്പിക്സിൽ ഇപ്രാവശ്യം ഭയങ്കര വിവാദമായത് ഇമാനെ ഖലീഫ് എന്ന് പറഞ്ഞ വിഷയത്തിൽ, ആ വിഷയത്തിൽ ശരിക്കും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവർ സ്ത്രീയാണെന്നുള്ളതാണ്. കാരണം എന്താ, അവർ ജനിച്ചത് സ്ത്രീയായിട്ടാണ്. സ്ത്രീയുടേതായ ഫിസിക്കൽ, ബാഹ്യമായി നോക്കുകയാണെങ്കിൽ എല്ലാ ഫിസിക്കൽ അപ്പിയറൻസസും ഒരു സ്ത്രീയുടേതാണ്. സ്ത്രീയായിട്ടാണ് വളർന്നതും, സ്ത്രീയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തതും, എല്ലാ അർത്ഥത്തിലും സ്ത്രീയാണ്. അതുകൊണ്ട് എന്താണ്, ഇസ്ലാം ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് കാണുക. എന്നാൽ അതേസമയം ഇത് സംശയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാഹ്യമായ സവിശേഷതകൾ വെച്ചിട്ട് അവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നു. അപ്പോൾ സ്ത്രീയോടാണ് കൂടുതൽ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അവരെ സ്ത്രീയുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുത്തുക, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ഇനി പുരുഷനോടാണ് കൂടുതൽ ബാഹ്യ സവിശേഷതകൾ സാമ്യത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ പുരുഷന്മാരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ വിഷയത്തിൽ. അത് ഇക്കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇക്കാലഘട്ടത്തിൽ പിന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏതിനോടാണ് കൂടുതൽ അടുത്തത് അതിലേക്ക് ചികിത്സിച്ച് മാറ്റാൻ എളുപ്പമാണ്. അല്ല, ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സിന് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും തെറ്റിദ്ധാരണ വരിക ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് ഇവരൊന്നും നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നുള്ള. നമ്മൾ മനസ്സിലാക്കേണ്ട അതിലൊരു വലിയ പാരമ്പര്യം നമ്മൾക്കുണ്ട്. അതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഹുൻസ മുഷ്കില, ഹുൻസ ഹക്കീക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫിഖിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അവരെ അനന്തരാശം എങ്ങനെ ആവണം, അവരെ ആരെ സൊഫിലാണ് നിൽക്കേണ്ടത്, അവരെ നമസ്കാര ഇബാദത്തുകൾ എങ്ങനെ ആവണം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയധികം അവരെ പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പ്രയാസങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അതിനോട് ചേർത്ത് നമ്മൾ പറയണം. അതൊരു പണ്ഡിതനാണ് അതിൽ അഭിപ്രായം പറയേണ്ടത്. പല ഫത്വകളിലും ഇതിലെ വൈദ്യശാസ്ത്ര രംഗത്തെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഡോക്ടർമാരെ സഹായം തേടുന്നതൊക്കെ ആയിട്ട് നമ്മൾക്ക് ആ ഫത്വകളിലൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ അത് അലി റളിയല്ലാഹു ഫത്വ, അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഫത്വ നൽകുകയാണ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നൊരു മസാലക്ക്. പലപ്പോഴും പണ്ഡിതന്മാർ എങ്ങനെയാണ് അവരുടെ മൂത്രമൊഴിക്കുന്നത്, അതിനനുസരിച്ച് അവരുടെ ലിംഗനിർണ്ണയം അവർ നടത്തുന്നുണ്ട്. അതിന് സാധിക്കാതെ വരുമ്പോൾ എങ്ങനെയാണ്. അപ്പം അങ്ങനെ പല ചർച്ചകളും ഫത്വകളും അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾക്ക് വെളിച്ചം നൽകുന്ന ഒരു ഫത്വയാണ് അലി റളിയല്ലാഹുവിൻ്റെ. അതിൻ്റെ സിഹത്ത് എന്താണ് അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് ചേർത്ത് എന്ന് മാത്രം. അപ്പം അത്ര വലിയ പാരമ്പര്യം നമ്മുടെ ഫിഖുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു പ്രധാന പോയിന്റായിട്ട് പരിഗണിക്കണം. അല്ലാതെ ഈ സമൂഹത്തെ നമ്മൾ അകറ്റി നിർത്തുക, അതൊന്നല്ല, നമ്മളെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യുക കമ്മ്യൂണിറ്റിയിലേക്ക്. ഇതാണ് നമ്മൾ ആലോചിച്ചത്. അതാർക്കും സംഭവിക്കാം, നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതിലങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെ പ്രശ്നം ഈ ടിയോ അയ്യോ എയോ അല്ല, അതിന് പിറകിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവരെ ജെൻഡർ തിയറിയാണ്, ക്യൂർ തിയറിയാണ്. അതിൻ്റെ ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലിംഗത്വത്തെ നമ്മൾ എന്താണ് പറയുക സൃഷ്ടിച്ചെടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിനനുസരിച്ച് തന്നെ. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആ റെഫറൻസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആ ന്യൂസ് പേപ്പറിൻ്റെ പേരെന്താന്ന് ഓർമ്മ ഉണ്ടോ? നമുക്ക് റെഫർ ചെയ്യായിരുന്നു, അതുകൊണ്ട് പിന്നെ സൂചിപ്പിച്ചാൽ മതി. ഇപ്പം കാണുന്നില്ല, അയച്ചുതരാ പിന്നീട് വേണമെങ്കിൽ. റെഫർ ചെയ്യാം. ഓക്കെ, സംഘാടകർക്ക് അറിയിച്ചു കൊടുത്താൽ. ഹലോ, ഇപ്പോൾ മഹാരാജാസ് കോളേജിലെ ജെൻഡർ ടോയ്ലറ്റുകളെ കുറിച്ച് ഇത് LGBT അജണ്ടയാണോ അതോ ഒരു സ്വാഭാവിക കാര്യങ്ങളായി കണ്ടാണോ നമ്മളിത് കാണേണ്ടത്?
ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പുതിയതായി കേൾക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരുപാട് കാലം അവിടെ പ്രാക്ടീസ് ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കടന്നു വന്നപ്പോൾ അത് ഒരു സിമ്പിൾ സംഗതിയാണെന്ന് വന്നപ്പോൾ തന്നെ അതിൻ്റെ അജണ്ട എന്താണ് എന്ന് മന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു. ഒരു ഹെറ്ററോ നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ക്യൂർ നോർമേറ്റീവ് സൊസൈറ്റിയുടെ സൃഷ്ടിപ്പാണ് ഇതിന് നിദാനം എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പാശ്ചാത്യ ലോകത്ത് കാണാൻ കഴിയും. സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് പുരുഷന്മാർ കയറി ചെല്ലുകയും അവിടെ അവരുടെ ലൈംഗികമായ തൃഷ്ണകൾ പ്രകടിപ്പിക്കുക എല്ലാം ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് യൂറോപ്പിൽ നിന്ന് ഫെമിനിസ്റ്റുകൾ പോലും ഇതിനെതിരെ ശബ്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് കടന്നു വരുമ്പോൾ ഇത്തരമൊരു അജണ്ട അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ന്യൂട്രാലിറ്റി, ഇക്വാലിറ്റി പോലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യപടിയായിക്കൊണ്ട് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതിന് കൂടെ ആഡ് ചെയ്യാനുള്ള വേറൊരു സാധനം എന്താ വെച്ചാൽ, ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ നമ്മൾ എതിർക്കുന്നത് അതിന് പിന്നിൽ അജണ്ട ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ളത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളാണ് ഒരർത്ഥത്തിൽ, അതിന് പേരിട്ടില്ലെങ്കിലും. ഇപ്പോൾ ഒരു അതിഥി നമ്മൾ വീട്ടിലേക്ക് വന്നാൽ ഇത് പെണ്ണുങ്ങളതല്ല, ഇത് ആണുങ്ങളതാണ് എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനെ നമ്മളൊരു പ്രശ്നമായിട്ട് കാണുന്നത് എന്താണ്, അതിൻ്റെ പിന്നെ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കടത്തി കയറ്റുമ്പോൾ അപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന ആശയത്തിനോട് ഇപ്പോൾ മുമ്പ് അൺമാസ്കിംഗ് എത്തിസത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോയിരുന്നു. ആ സമയത്ത് ഞാനവിടെ പോയപ്പോൾ കണ്ടത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റാണ്. അത് അന്നേ ഉണ്ട്, ഈ അടുത്താണ് അത് വിവാദമാകുന്നത്. അത് കുറേ മുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളതിന് അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ട് കണ്ടിട്ടില്ല. ഈ വിവാദമാകുന്നതിന് മുന്നേ നമ്മളത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എത്ര പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ടില്ല. ഇത് വിവാദം ആക്കിയത് എന്തിനാണ്, ഏതിലത് വന്നത്, ദേശാഭിമാനിയിലാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആക്കിയത് അവരുടെ ഒരു അജണ്ട ഉണ്ട്, ആ അജണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി ഇതിനുപയോഗിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുക. ആ അജണ്ടയെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. ആ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങൾ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. അല്ല ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഉണ്ടായി വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊന്നും ഇസ്ലാമികരായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ബാത്റൂമിൻ്റെ കാര്യത്തിൽ എല്ലാവരും പ്രൈവസി, കംഫർട്ട്, ഇതാണ് എല്ലാവരും പരിഗണിക്കുക. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓൾ ജെൻഡേർഡ് വാഷ്റൂം യൂറോപ്പിൽ ഉണ്ടാക്കുന്ന പ്രയാസത്തിൽ അതിൻ്റെയൊക്കെ അനുഭവങ്ങളിൽ പലതും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ സ്ത്രീകളാണ് അനുഭവങ്ങൾ പറയുന്നത്. ഒരാണ് പെട്ടെന്ന് കയറി വരുന്നു, അത് പലർക്കും അത് ഉൾക്കൊള്ളാം, അത് ചിസ്കംഫർട്ട് ഉണ്ടാക്കും. അപ്പം അതാണ് അതിലൊരു നമുക്കൊരു എന്താണ് പറയുക പറയാനുള്ള ഒരു പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈവസി, കംഫർട്ട് എന്നുള്ളതിനെ റദ്ദ് ചെയ്യുന്ന ഒരു അനുഭവം കൂടിയായി ചിലപ്പോൾ, എപ്പോഴും നല്ല ഈ ഓൾ ജെൻഡേർഡ് വാഷ്റൂംസ് മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ബാത്റൂം അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് എനിക്ക് തോന്നുന്നു അതിൽ നല്ലത്. പിന്നെ വേറൊരു വശമുണ്ട്, പക്ഷേ അതിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. അതായത് ഈ പുരുഷന്മാരുടെ ടോയ്ലറ്റും സ്ത്രീകളുടെ ടോയ്ലറ്റും ഉള്ള സ്കൂളുകളൊന്ന് പരിശോധിച്ചാൽ തന്നെ ഈ ചില പുരുഷന്മാരുടെ ടോയ്ലറ്റുകൾ ചിലപ്പോൾ അടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ, വൃത്തികെട്ട രൂപത്തിലാക്കിയിരിക്കും. ഈ ഒരു മെന്റാലിറ്റിയുള്ള വ്യത്യാസം, അതും ഒരു പ്രശ്നമാണ്. ഈ കംഫർട്ടിന്റെ വിഷയം എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വൃത്തികെട്ട ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അതും ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു വിഷയം കൂടി അതിൽ നോക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. അല്ല ഇസ്ലാമികനായിട്ട് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് അയച്ച് പ്രശ്നമൊന്നുമല്ല. ട്രാൻസ്ജെൻഡർ അതുപോലെ തന്നെ ഇന്റർസെക്സ് വിവാഹക്കാരുടെ വ്യക്തികൾക്കിടയിലുള്ള വിവാഹത്തെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അത് ഒരു കൂടുതൽ ഒരു ഫിക്കിയായിട്ടുള്ള ചോദ്യമാണ്. നമുക്കൊരു പണ്ഡിതനോട് ചോദിക്കുന്നതാവും ഏറ്റവും ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഇതായിട്ട് ആണ് പെണ്ണ്, ഇതാണ് ഇസ്ലാം മുമ്പോട്ട് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും ശാരീരികമോ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഈ പ്രയാസങ്ങളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതിനെ പരിഹരിക്കുക, പിന്നെ അതിൽ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ട് ഇപ്പോൾ ലിംഗമാര ശസ്ത്രക്രിയ പണ്ഡിതന്മാരെ ഫത്വയിൽ അനുവദിച്ചവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിനനുസരിച്ചാണ് അവരെ ആ വൈവാഹിക ജീവിതം കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. എന്തായിരുന്നാലും ഇസ്ലാം എന്താണ് സ്വവർഗാനുരാഗം, അതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, സ്വവർഗരതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹോമോസെക്ച്വാലിറ്റി പൂർണ്ണമായും തെറ്റാണ് എന്നാണല്ലോ നിങ്ങളിവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ച്വൽ ആയിട്ടുള്ള ഒരാളോട്
നിങ്ങളൊരു ഹെറ്ററോസെക്ച്വൽ ആവണം എന്ന് പറയുന്നത് പോസിബിളാണോ? പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മൊറാലിറ്റി എന്നുള്ളൊരു സംഗതി ഇതിൽ തീർച്ചയായിട്ടും കടന്നു വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തോട്ട്സ് ഒരാൾ മനസ്സിലുണ്ടാകില്ല, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകില്ല എന്നല്ല നമ്മൾ വാദിക്കുന്നത്. ഇത്തരം ചിന്തകൾ ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തിന്മകൾ, മദ്യപിക്കുക, അങ്ങനെ പലതിനുള്ള തോട്ട്സ് നമ്മൾക്ക് ഉണ്ടാകാം. അപ്പം നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കുക, അത് നമ്മൾക്ക് പരീക്ഷണമായി മാറാം. അപ്പം അതിനെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യാനുള്ളത്. മാത്രമല്ല, തീവ്രമായി ശ്രമിച്ചാൽ ഈ പറയുന്ന ഹോമോസെക്ഷൽസിന് ഹെറ്ററോസെക്ഷാലിറ്റിയിലേക്ക് കടന്നു വരാം. ഒരുപാട് പഠനങ്ങൾ, അതിനെ ഒരുപാട് മനോശാസ്ത്രജ്ഞരുടെ ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു പ്രയാസമായിട്ട് അതിൽ കടന്നു വരില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന്, അത് ഒരു പരീക്ഷണമായി ഉൾക്കൊണ്ട് ക്ഷമിക്കുക, പിന്നെ ഇതിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾക്കിപ്പോൾ അങ്ങനത്തെ തോട്ട്സിനല്ല ശിക്ഷ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്കല്ല, അത്തരം ഇതിനല്ല ശിക്ഷ. നിങ്ങൾ അതിന്മേൽ ആക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശിക്ഷ വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ശരിയായത്, അതിലേക്ക് മാറാനുള്ള സപ്പോർട്ട് നൽകാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു കൊടുക്കാം. അതാണ് അതിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏത് തിന്മയും നമ്മൾ എതിർക്കുന്ന പോലെ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മൾ എതിർക്കുന്നു. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബാരിയർ എന്നുള്ളത്, ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് പുറത്തു തരും, നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക് മൂല്യങ്ങളനുസരിച്ച്. പക്ഷേ നമ്മൾ അള്ളാഹു ഹറാമാക്കി ഒന്നിനെ ഹലാലാണ് എന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഗൗരവമാണ്. അത് മതത്തിന് പുറത്തു പോകുന്ന ഒന്നായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അതാണ് ഇത്തരം മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ഇഷ്യൂ. അള്ളാഹു വിലക്കിയ ഒരു അതിരിനെ നമ്മൾ ലംഘിച്ച് നമ്മളതിനെ മറ്റൊന്നാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അത് ചെയ്യുന്നതും അതിനെ മാറ്റിമറിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കൂടി അതിനോട് നമുക്ക് പറയാം. അതായിരിക്കും തോന്നുന്നു. ഈ ഹോമോസെക്ഷാലിറ്റി വിഷയത്തിൽ പല ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ അത് ജനിതകമാണെന്നുള്ളതാണ്. അതായത് അവരുടെ ജെനറ്റിക്സ് അങ്ങനെയാണ്, അതുകൊണ്ട് അവർക്ക് വേറെ ഒരു രൂപത്തിൽ ഹെറ്ററോസെക്ഷൽ ആകാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് പല ആളുകളും ധരിച്ചു വെച്ചത്. പക്ഷേ ശരിയല്ല. 1975 അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഗേ ജീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. മനുഷ്യന്റെ ജനോമിലെ XQ28 റീജിയനിൽ ഉള്ള ചില ജീനുകൾ കാരണമാണ് ഒരു മനുഷ്യൻ ഹോമോസെക്ഷൽ ആകുന്നത് എന്നൊരു ധാരണ 1900-കളിൽ ഉണ്ടായിരുന്നു. 1990-കളിലാണെന്ന് തോന്നുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 2000-കളിൽ നടന്ന ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലായി. ഏതെങ്കിലും ഒരു ജീനുകൾ മനുഷ്യന്റെ സെക്ഷുവാലിറ്റിയെ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന രൂപത്തിലുള്ള പഠനങ്ങൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നേച്ചർ മാഗസിനിൽ സെപ്റ്റംബർ 5, 2019 ഇറങ്ങിയൊരു ലേഖനത്തിൽ, ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ നോ ഗേ ജീൻ സ്റ്റഡി ലുക്സ് അറ്റ് ജനറ്റിക് ബേസിസ് ഓഫ് സെക്ഷുവാലിറ്റി എന്നുള്ളതായിരുന്നു. ആ പഠനത്തിന്റെ തലക്കെട്ടാണ്. ആ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിവ്യൂ ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കിൾ എഴുതിയത് ജൊനാഥൻ ലാംബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ ആർട്ടിക്കിളിൽ പറയുന്നത് നമുക്ക് കാണാം, there is no gay gene, says lead study author Andrea Ganna, a geneticist at the Broad Institute of MIT and Harvard in Cambridge, Massachusetts. അതായത് ഒരു ഗേ ജീൻ എന്ന് പറയുന്ന ഒരു ആശയം, മുമ്പ് കരുതിയിരുന്ന ഒരു ആശയം ശരിക്കില്ല, അത് തെറ്റാണ് എന്ന് പിന്നീട് നടന്ന പഠനങ്ങളിലൂടെ ബോധ്യപ്പെടുകയാണ്. അപ്പൊ അതോടുകൂടി തന്നെ ആ ഒരു വാദം അവിടെ പൊളിഞ്ഞു, ജനിതകമായിട്ടുണ്ടാകുന്ന. പിന്നെ കൂടിപ്പോയി നമുക്ക് പറയാൻ കഴിയുന്ന ജനിതകമായിട്ട് ഏകദേശം 25% മാത്രമേ അതിന് ഇൻഫ്ലുവൻസ് ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യം എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഒരാളുടെ സെക്ഷുവാലിറ്റി കൂടുതലായിട്ടും പ്രഡിക്റ്റ് ചെയ്യപ്പെടുക എന്നതാണ് മനസ്സിലാകുന്നത്. അല്ലാതെ നേരെ മറിച്ച് ജെനറ്റിക്സിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് ഹോമോസെക്ഷാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്ന കാര്യമുള്ളത്. അപ്പം ആണും പെണ്ണും തമ്മിലൊരു ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും വിവാഹത്തിന് പുറത്തത് പറ്റില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഹോമോസെക്ഷാലിറ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ ഡിസൈർസിനെ നമ്മുടെ ഇച്ഛകളെ നമ്മൾ അടക്കി വെക്കേണ്ടി വരിക. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇച്ഛകൾ അടക്കി വെക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാൾ നമ്മുടെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ തെറി പറയാൻ തോന്നുന്നു. ആ തെറി പറയാൻ തോന്നുന്നു എന്നതുകൊണ്ട് നമുക്ക് തെറി പറയാൻ അനുവാദമില്ലല്ലോ, അല്ലെങ്കിൽ അത് ശരിയാകുന്നില്ലല്ലോ, അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അടക്കി വെക്കണം. ഇതേപോലെ തന്നെയാണ് ഹോമോസെക്ഷാലിറ്റി തെറ്റാണ് എന്ന് പഠിച്ചവൻ പഠിപ്പിച്ചാൽ അത് നമ്മൾ അടക്കി വെക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്.
പൊതുവെ ഇത്തരം സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് ഇസ്ലാമിനോട് ചേർന്ന് വരുമ്പോൾ പലപ്പോഴും ആളുകൾ സൂചിപ്പിക്കാറുള്ളത് ഇസ്ലാം സെക്സിനെ ഒരു ഭീതിയായി കണക്കാക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. പലതരത്തിലും പല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സത്യത്തിൽ ആ രൂപത്തിലുണ്ട്. ചില മതങ്ങളെങ്കിലും ലൈംഗികതയിൽ നിന്ന് വിമുക്തി നേടലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള സംഗതി, അടുക്കാനുള്ള കാര്യം എന്ന് പഠിപ്പിക്കുന്ന ആണിനെയും പെണ്ണിനെയും അത്തരത്തിൽ വിവാഹത്തിൽ നിന്ന്, ലൈംഗികതയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ദൈവത്തിലേക്ക് അടുക്കാൻ ഏറ്റവും കൃത്യമായ മാർഗം എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഇന്നും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന എത്രയോ മതസമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ഒരു പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ലൈംഗികത ഒരു പുണ്യമാണെന്ന് പഠിപ്പിക്കുന്നു. പുരുഷനെയും സ്ത്രീയെയും അവർ തമ്മിലുള്ള ലൈംഗികതയും വിവാഹബന്ധവും സ്നേഹവുമെല്ലാം അള്ളാഹുവിൻ്റെ ദൈവികതയുടെ, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അടയാളമായിക്കൊണ്ടാണ്, ആയത്തായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിലെന്നതുപോലെ ലൈംഗികതയുടെ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളും മാർഗദർശനവും നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഗേ ആയിട്ടും അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഒരു മുസ്ലിം ആകുമ്പോൾ അവൻ ഫാസിക്കാവും. ഓക്കെ, ഈ രൂപത്തിലുള്ള ഒരു ഹറാമിൽ ഏർപ്പെടുമ്പോൾ അവൻ ഫാസിക്കായി മാറും. അപ്പോൾ ഫാസിക്കിനോട് എന്താണോ നമ്മൾക്ക് അവരോടുള്ള ഇടപാടുകൾ, കാര്യങ്ങൾ, അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് അവരാ ഫിസ്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം. മതപരമായി നമ്മൾക്ക് നിർവഹിക്കാനുള്ളൊരു കാര്യം. പിന്നെ ഇസ്ലാമിന് പുറത്ത് നിൽക്കുന്ന, അതിൻ്റെ ധാർമ്മിക മൊറാലിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഖുർആനിൽ ഇതുണ്ട്, അതല്ല അതിൽ പ്രസക്തിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി. പലപ്പോഴും ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, അവർക്കും ജീവിക്കാൻ അവകാശമല്ലേ അവരെ ആ രൂപത്തിൽ. അപ്പോൾ അവിടെ ഇസ്ലാം ഇതൊരു പാപമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു മദ്യപാനം ഒരു തിന്മയാണെന്ന് ഇസ്ലാം മനസ്സിലാക്കുന്നു. മദ്യപാനത്തിനെതിരെ അതിൻ്റെ ശിക്ഷകളെ സംബന്ധിച്ച് ഇസ്ലാം ബോധവൽക്കരിക്കുന്നു. അവിടെ ഒരിക്കലും ഒരു മദ്യപാനിയെ കൊന്നുകളയാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് തിന്മയാണ്, അത് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ ഒരാൾ ഇത്തരത്തിലൊരു തിന്മയിൽ ഏർപ്പെടുന്നു, അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും അവരെ അകറ്റി അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരോട് പെരുമാറുക എന്നത് ഇസ്ലാമികമായി പോലും സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ അസീംക DSM-ൽ നിന്നും ഹോമോസെക്ഷാലിറ്റി നീക്കം ചെയ്തു എന്ന് പറഞ്ഞു. അതിനർത്ഥം അത് മനോരോഗം അല്ല, അത് ശാസ്ത്രം അംഗീകരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നുള്ള പരാമർശങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? DSM-ൽ നിന്ന് ഹോമോസെക്ഷാലിറ്റി എടുത്തൊഴിവാക്കിയത് അതൊരു മാനസിക രോഗമല്ലാത്തത് കൊണ്ടല്ലേ എന്ന രൂപത്തിലാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കുന്ന രീതിയും അവരെന്നെ പറയുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം ഔട്ട് ഓഫ് DSM, ഡീപാത്തോളജൈസിങ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട്. അതൊരു റിവ്യൂ ആർട്ടിക്കിളാണ്. എങ്ങനെയാണ് ഹോമോസെക്ഷാലിറ്റി അതിൽ നിന്ന് എടുത്തൊഴിവാക്കിയത്, DSM മനോരോഗങ്ങളുടെ ഒരു ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഹോമോസെക്ഷാലിറ്റി ഒഴിവായത് എന്നുള്ളതിൻ്റെ ചരിത്രം പറയുകയാണ്. അല്ലെങ്കിൽ സ്റ്റോൺവാൾ കലാപങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അതെടുത്ത് ഒഴിവാക്കിയത്, നേരെ മറിച്ച് വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ വോട്ടെടുപ്പ് നടത്തിയത് ശാസ്ത്രജ്ഞന്മാരുമല്ല, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, അത് APA എന്നറിയപ്പെടുന്ന അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ബോർഡ് മെമ്പേഴ്സാണ്. ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല, അതിന് ഫണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ബോർഡ് മെമ്പേഴ്സ് ആകും. അപ്പോൾ ആ ബോർഡ് മെമ്പേഴ്സ് നടത്തിയിട്ടുള്ള വോട്ടെടുപ്പിലാണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനം ഉണ്ടായത്, ഹോമോസെക്ഷാലിറ്റി എടുത്ത് ഒഴിവാക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായത്. അതല്ലാതെ ഹോമോസെക്ഷാലിറ്റി മനോരോഗം അല്ല എന്ന കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അത് ഒഴിവാക്കിയത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ അതിൻ്റെ അടിസ്ഥാനമില്ല ആ ഒഴിവാക്കൽ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു തമാശയും. അഥവാ ഇപ്പോൾ നിങ്ങൾ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ, അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് പരീക്ഷണ നിരീക്ഷണം കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. അത് ഭൂരിപക്ഷമാണോ അല്ലെങ്കിൽ ആരാണ് കൂടുതൽ വോട്ട് ചെയ്തത്, ഭൂമി പരന്നാണെന്നുള്ളതാണ് എല്ലാവരും വോട്ട് ചെയ്തെങ്കിൽ
ഭൂമി പരന്നത്. അതല്ല ശാസ്ത്രത്തിന്റെ മെത്തേഡ്. ശാസ്ത്രത്തിന്റെ മെത്തേഡ് ആരാണ് അതിന്റെ മുമ്പ് ആരുടെ കണ്ടുപിടുത്താണ് തിയറിയാണ് ഇതൊന്നല്ല. ആരുടെ കയ്യിലാണ് അതിനുള്ള എവിഡൻസ് ഉള്ളത്, ആരാണ് അതിനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ സമർപ്പിക്കുന്നത്, അതിനനുസരിച്ചാണ് ഒരു കാര്യം തെറ്റോ ശരിയോ ആവുന്നത്. ഇപ്പൊ DSM നീക്കം ചെയ്യുമ്പോൾ DSM 2 ഇത് മനോരോഗമാണ്, ഹോമോസെക്ഷാലിറ്റി എന്നായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സ്റ്റോൺ വാൾ റൈറ്റ്സ് ഒക്കെ ഉണ്ടായി, ഇവരൊക്കെ ഒന്ന് ഏകീകരിച്ച് ഒന്ന് ഉഷാറായി വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് നീക്കം ചെയ്യാൻ ഇവർ ഭയങ്കര പ്രഷർ ചുമത്താണ്. ഇതിൻ്റെ ഇവരെ സമ്മേളനങ്ങൾ കയ്യേറിയിട്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, ഇത് DSM ഒഴിവാക്കണം എന്നൊക്കെ രൂപത്തിൽ സംസാരിക്കുന്നു. അവസാനം അടുത്ത വർഷം ഇത് തീരുമാനിക്കാമെന്നുള്ള നിലയിലെത്തുന്നു. മാത്രമല്ല ഇതിൻ്റെ മെമ്പേഴ്സിനൊക്കെ ഇവർ കത്തയക്കുന്നു. പ്രത്യേകിച്ച് ഇതിലെ സായുധ സംഘങ്ങളെ നാഷണൽ ടാസ്ക് എന്ന് പറയുന്ന ടീമുകൾ ഇതേ രൂപത്തിൽ കത്തയക്കുന്നു. അയച്ചിട്ട് ഇത് മാറ്റണം, DSM ഇത് നീക്കം ചെയ്യണം എന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അവസാനം ഇത് വോട്ടിനിടാണ് ചെയ്തത്. 58% ആളുകൾ ഇത് മനോരോഗമല്ല എന്ന് വോട്ട് ചെയ്തു, 42% ആളുകൾ ഇത് മനോരോഗമാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് പേപ്പർ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർ ഇർവിംഗ് ബീബർ അങ്ങനെ വളരെ ഈ രംഗത്ത് ഭയങ്കര പ്രഗത്ഭരായ ആളുകൾ ഇത് മനോരോഗമാണ് എന്നാണ് വാദിച്ചത്. പക്ഷേ ഈ വോട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിന് ഭൂരിപക്ഷം കിട്ടി. അങ്ങനെയാണ് ഇത് മാറ്റപ്പെടുന്നത്. അപ്പോൾ ആ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് ഒരു ശാസ്ത്ര ഗവേഷണ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ട ഒരു സംഗതിയല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് പിന്നെ അതിലൊരു തമാശയുണ്ട്. ഇത് 3ാമത്തെ DSM ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് ഇത് നീക്കം ചെയ്തു. DSM-ൽ നിന്ന് ഈ ഹോമോസെക്ഷാലിറ്റി നീക്കം ചെയ്തു. അപ്പോൾ അതിന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് സ്പിറ്റ്സർ എന്ന് പറയുന്ന റോബർട്ട് എൽ സ്പിറ്റ്സർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ ഭയങ്കര ഹോമോസെക്ഷാലിറ്റി ഈ ജെൻഡർ പൊളിറ്റിക്സിന് ആളുകൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിന്റെ ആളായി മാറി. പക്ഷെ അദ്ദേഹം 2003 പേപ്പർ പ്രസന്റേഷൻ നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഹോമോസെക്ഷൽസിന് കഠിനമായി ശ്രമിച്ചാൽ എന്ത് ചെയ്യാം, ഈ ഹെറ്ററോസെക്ഷലായിട്ട് മാറാം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായി കൊണ്ട് ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പുറത്തിറങ്ങി അദ്ദേഹം ഈ ഗവേഷണത്തിനൊന്നും യോഗ്യനല്ല എന്നുള്ള രൂപത്തിലായി. അദ്ദേഹം അപ്രിയനായി മാറി ജെൻഡർ പൊളിറ്റിക്സിന്. അപ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്ര പഠനങ്ങളുടെ ഒക്കെ ഭയങ്കരമായി ഫണ്ടിങ് ഇറക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് അനുകൂലമാകാത്ത പഠനങ്ങളെ മൊത്തം ക്യാൻസൽ ചെയ്യുന്നൊരു പ്രവണത കൂടി പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ കാണാം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ളത്. സമയം നമ്മൾ വളരെ അധികരിച്ചിട്ടുണ്ട്. 5 മണി വരെയാണ് കരുതിയത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നമുക്ക് അതോടുകൂടി അവസാനിപ്പിക്കട്ടോ. ഒറ്റൊരു ക്വസ്റ്റ്യൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ കോളേജിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിൽ ഒരു വിദ്യാർത്ഥിനി ഈ ഒരു LGBT ആക്ടിവിസത്തിനെതിരെ പറഞ്ഞപ്പോൾ ഉന്നയിച്ചൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ വെസ്റ്റിലൊക്കെ പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് യൂറോപ്യൻ സ്ട്രീറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അത്തരത്തില് ആളുകൾ അവർക്കും വേണം അവകാശം എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഉള്ളൊരു ചോദ്യം, ഈ LGBTQIA++ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഈ പറയുന്ന പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന വിഭാഗം വരുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു LGBTQ ആക്ടിവിസ്റ്റ് റിയാസ് സലീം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയിൽ ചോദിച്ചൊരു, അതായത് മമ്പാടോളിലെ വിദ്യാർത്ഥികൾ അദ്ദേഹം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഇതിനെ എതിർത്ത് പറയുന്നത്. ഞാൻ ആദ്യം മൂപ്പര സ്റ്റോറി ഒന്ന് വായിക്കാം. ഇൻസ്റ്റയിലുള്ള സ്റ്റോറിയാന്ന് തോന്നുന്നു. MES Mumpad College, Malappuram kids. Please don't fool yourselves into thinking that getting attention on social media for this is some kind of achievement. When you hurt and trigger your own closeted LGBTQIA students, you are just showing how out of touch you are. Uploading it and calling it savage isn't cool. It's just tragic, and it's a lot of vivaramillaima with so much confidence. You are making life harder for your friends who are already struggling with their sexuality. For sure, tell me there are no gays and lesbians and plus in your college and gender identity. Seriously, just stop being so tragic. അതായത് ഒരു തരം കരച്ചിലാണിത്. അപ്പോൾ ഇതിൽ റിയാസ് സലീം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇടയിൽ തന്നെ കുറേ LGBTQ സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ അവരുടെ ഒക്കെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണെന്നുള്ള രൂപത്തിലൊക്കെ മൂപ്പര് സംസാരിച്ചത്. അതേപോലെ തന്നെ വേറൊരു മൂപ്പരുടെ കുറേ സ്ലൈഡ്സ് ആയിട്ടാണ് മൂപ്പര സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടത്. അതിൽ വേറൊരു സ്ലൈഡിൽ പറയുന്നത്,
ഈ പട്ടിയും പൂച്ചയൊക്കെ ആകുന്ന ആളുകൾ കേരളത്തിലുണ്ടോ എന്നുള്ള രൂപത്തിലാണ് ചോദ്യം ചോദിച്ചത് അല്ലേ? അതും ഇതിൽ കാണാം. എവിടെ Which part of Kerala is this girl from where she sees people identifying as cats and wolves? എന്നാണ് ചോദിച്ചത്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെ കണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. റിയാസ് സലീം ഇത്രയും വലിയ വിവരമൊക്കെ ഉള്ള ആള് ആയിട്ട്, പ്രത്യേകിച്ച് ജെൻഡർ പൊളിറ്റിക്സിന്റെ ഒരു വക്താവ് എന്നതിൽ ഭയങ്കര വിവരമുള്ള ആളായിട്ടൊക്കെയാണ് സമൂഹം ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചിത്രീകരിക്കുന്നത്. ഇത്ര വിവരമുള്ള ഒരാൾ ഇത്ര വിവരമില്ലായ്മ അന്തമില്ലായ്മ പറയുമെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കാരണം ഇദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിൽ ആരാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്, അല്ലത് കേരളത്തിലെ പ്രശ്നമാണോ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയം? റിയാസ് സലീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഈ ദ്വീപിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെയാണോ ഇതിനെ അദ്ദേഹം കാണുന്നത്? ലോകത്ത് മൊത്തം ജെൻഡർ പൊളിറ്റിക്സിന്റെ വക്താക്കൾ ലോകത്ത് മൊത്തം ഈ ആശയം കൊണ്ടുവരാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശയത്തിന് വേണ്ടി, ഈ അവകാശവാദങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് ലോകത്ത് മൊത്തത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എത്തും. ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റി ഇവിടെ ആദ്യം ഉണ്ടായിരുന്നോ? ഇവിടെ ആദ്യം ലീഗൽ ആയിരുന്നോ? അല്ല, അത് സെക്ഷൻ 377 റദ്ദാക്കിയപ്പോഴാണ് അത് ലീഗലായി മാറിയത്. അതുവരെ അത് ക്രിമിനൽ കുറ്റമായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി. അത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ വന്നത്? വെസ്റ്റിൽ നിന്നുള്ള ഐഡിയാസിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ട്, ആ ഐഡിയാസിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി വെസ്റ്റിന്റെ ഫണ്ടിങ് അടക്കം ലഭിക്കുന്ന NGOകളാണ് ഇതിനുവേണ്ടി നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടത്. ഇപ്പം നാസ് ഫൗണ്ടേഷൻ പോലെയുള്ള ഫൗണ്ടേഷൻസ് ആണ് ഇതിനുവേണ്ടി നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NGOകളിലൂടെ കൾച്ചറൽ ഇമ്പീരിയലിസം നടക്കും. അതിന്റെ ഭാഗമായിട്ട് നാസ് ഫൗണ്ടേഷന് ഈ നിയമ പോരാട്ടത്തിന് വേണ്ടി നല്ല ഫണ്ടിങ് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എന്താ വെച്ചാൽ, ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ എത്തും. അത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം നടക്കുന്നു, കേരളത്തിൽ എത്തൂല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ലോകം ഗ്ലോബൽ വില്ലേജ് ആണ്, ഗ്ലോബലൈസേഷന്റെ ലോകമാണ് എന്ന് പറയുന്നൊന്നും റിയാസ് സലീമിന് മനസ്സിലായിട്ടില്ലേ? റിയാസ് സലീം ഇപ്പോഴും അതൊന്നും അറിഞ്ഞിട്ടില്ലേ? സൂര്യൻ ഉദിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട, ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഭയങ്കര ഫാൻസ് അസോസിയേഷൻസ് ഉള്ള ആളുകൾ, അവർ പറയുന്ന വിവരമില്ലായ്മയെ നമ്മളൊന്ന് തുറന്നു കാണിക്കണ്ടേ? അവര് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഞങ്ങൾ സ്വയം പട്ടികളാണ്, അല്ലെങ്കിൽ പൂച്ചകളാണ്, അല്ലെങ്കിൽ കുറുക്കന്മാരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിന് വരില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. ഹോമോസെക്ഷൽസ് മുമ്പ് വെസ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ ആരും ഞാൻ ഹോമോസെക്ഷൽ ആണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ നിയമം സെക്ഷൻ 377 റദ്ദാക്കപ്പെടുന്നത് വരെ. അതിനുശേഷമാണ് ഇതൊക്കെ വരുന്നത്. എങ്ങനെയാണ് വന്നത്? വെസ്റ്റിൽ നിന്നുള്ള ഐഡിയാസിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്. ഇതേപോലെ വെസ്റ്റിൽ നിന്നുള്ള ഐഡിയാസിന്റെ ഭാഗം തന്നെയാണ് ഒരാൾ ക്യാറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ കുറുക്കനായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ പട്ടിയായി പശുവായി ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കണം എന്ന് വെസ്റ്റിലുള്ള ജെൻഡർ പൊളിറ്റിക്സിന്റെ വക്താക്കൾ പറയുന്ന സാധനമാണ്. അത് കേരളത്തിന് വരും എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയാണോ? അതൊരു എക്സാഗ്രേഷൻ ആണോ? നമ്മൾ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. അതെന്തായാലും കേരളത്തിൽ വരും. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നാംബ്ല, നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലവ് അസോസിയേഷൻ. എന്തിനാണ് നാംബ്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ തലക്കെട്ടിൽ തന്നെ ഉള്ളതുപോലെ മാൻ ബോയ് ലവ്, അതായത് ഒരു പ്രായപൂർത്തിയായ പുരുഷന് ഒരു കുട്ടിയോട് ലൈംഗിക അഭിനിവേശം തോന്നുകയാണെങ്കിൽ, സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ അവിടെ സെക്സ് അനുവദിക്കണം എന്ന് വാദിക്കുന്ന ഒരു സംഘടനയാണ്, നോർത്ത് അമേരിക്കയുള്ള സംഘടനയാണ്. പക്ഷേ അതേ നാംബ്ലക്ക് കേരളത്തിൽ പിന്നാമ്പുറക്കാരുണ്ടായിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ പീഡോഫീൽ എന്താണ്? കുറ്റാണ്. പോക്സോ ആക്ട് പ്രകാരം അവരെ ജയിലിൽ അടക്കപ്പെടും. അവർക്ക് നല്ല കടുത്ത ശിക്ഷകളുണ്ട്. പക്ഷെ ആ ശിക്ഷകളും പോരാന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഏതായാലും ആ നാംബ്ലയുടെ അതേ ആശയം കേരളത്തിലെത്തി. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ വെറുതെ പറയല്ല. മനുപ്രസാദ് എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നിരീശ്വരവാദികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് അദ്ദേഹം പറയുന്നത്, നമ്മൾ ലോകത്തുള്ള വ്യത്യസ്ത തരം ലൈംഗിക അഭിനിവേശമുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ഹോമോസെക്ഷൽസിന് വേണ്ടി സംസാരിക്കുന്നു, അതിൽപ്പെട്ട ലെസ്ബിയൻസ്, ഗേസ്, അസെക്ഷൽസ്, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് പീഡോഫീലിയ ഇഷ്ടപ്പെടുന്ന, കുട്ടികളോടുള്ള ലൈംഗിക ബന്ധം ഇഷ്ടപ്പെടുന്ന ആളുകളോട് നമ്മൾ അവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യം മനുപ്രസാദ് ചോദിച്ചിരുന്നു. അദ്ദേഹം മനുപ്രസാദ് പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധവും നമ്മൾ ലീഗലാക്കണം, അവർ തമ്മിൽ പരസ്പരം കൺസെന്റ് ഉണ്ടെങ്കിൽ എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. ഇല്ലെങ്കിൽ അത് കാപട്യമാണെന്നാണ്. കാരണം ഒരു കൂട്ടം ആളുകളുടെ സെക്ഷൽ ഓറിയന്റേഷനെ മാത്രം നമ്മൾ അംഗീകരിക്കുന്നു, മറ്റൊരു കൂട്ടം ആളുകളുടെ സെക്ഷൽ ഓറിയന്റേഷനെ നമ്മൾ അവഗണിക്കുന്നു. ഇതെന്ത് നീതിയാണ്? ഇതാണ് മനുപ്രസാദ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം, ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് തരം ജെൻഡർ
പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ, അതിനൊക്കെ കേരളത്തിനും വളമുണ്ട്. കേരളത്തിനും അതിന് വളരാനുള്ള ഒരു മണ്ണുണ്ട്. കേരളത്തിനും അത് വളരുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലീഗലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ ഞാൻ പൂച്ചയാണ്, ഞാൻ പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ സമയത്ത് അതുകൊണ്ടാണ് ആ ആർഗ്യുമെന്റ് വളരെ പ്രസക്തമാകുന്നത്. ആ പെൺകുട്ടി ആരാന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടി പറഞ്ഞത് അതാണ്. ഇപ്പോൾ ഒരാൾ എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി ഞാനൊരു പെണ്ണാണ് എന്നൊരാണായിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ അത് വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അത് പ്രോബ്ലമാറ്റിക് ആകുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ വേറെ എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് പ്രോബ്ലമാറ്റിക് ആവുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരാൾ ഞാൻ പശുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമോ? അത് എത്ര ഇഡിയോട്ടിക്കാണ്, അത് എത്ര വിഡ്ഢിത്തമാണ് എന്നതാണ് ആ പെൺകുട്ടി ചോദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള അന്തം ഈ കുട്ടികളിൽ അന്തമില്ലായ്മ ആരോപിച്ച റിയാസ് സലീമിന് ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. യഥാർത്ഥത്തിൽ അവരുടെ ഈ വിഡ്ഢിത്തങ്ങളെ, അവരുടെ ഈ അജണ്ടകളെ മുഴുവൻ നമ്മൾ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർക്കെതിരെ ശക്തമായി സോഷ്യൽ മീഡിയകളിൽ ക്യാമ്പയിനിങ് നടത്താൻ ഉള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഇനിയും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടണം. നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയകളിലുള്ള ഇടപെടലുകളിലൂടെ നമ്മളതിന് ശ്രമിക്കണം എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതന്നെയല്ലായിരുന്നോ ചോദ്യം? ആ വിഷയം ഈ LGBTQIA++ പറഞ്ഞല്ലോ, അതിൽ ഈ പൂച്ചയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന വിഭാഗം വരുമോ എന്നുള്ള? ഇപ്പൊ ജെൻഡർ പൊളിറ്റിക്സിന്റെ വക്താക്കള് വെസ്റ്റിലൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. അവരങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ അവരങ്ങനെ സമ്മതിക്കണം എന്നാണ്. അത് ഭയങ്കര ഇഡിയോട്ടിക്കാണ്. ഇപ്പൊ അവർക്ക് അങ്ങനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. ഒരാൾ വിശ്വസിക്കണം ഞാൻ ബാറ്റ്മാൻ ആണ് എന്നിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് അവനക്ക് ഒഫൻസീവ് ആകണ്ട, അവന്റെ ഹൃദയം തകർന്നു പോകും, അവൻ ബാറ്റ്മാൻ അല്ല നമ്മൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനെ അനുവദിച്ചാൽ, ആ ചാടാൻ അനുവദിച്ചാൽ അതല്ലേ ക്രൂരത? അപ്പൊ നമ്മൾ ഈ ഇഡിയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ചിരിക്കണം. അത് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഹോമോഫോബിക് ആണ്, നമ്മൾ കുറെ പഴഞ്ചന്മാരാണ് എന്ന് പറയുന്ന ആ വിഡ്ഢിത്തം നമ്മളൊരിക്കലും നമ്മളോട് അത് ചെലവാകില്ല. നമ്മളത് വളരെ കൃത്യമായി പ്രഖ്യാപിക്കാൻ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. നിങ്ങൾക്ക് പട്ടിയാണെന്നോ പൂച്ചയാണെന്നോ കുറുക്കനാണെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന വിഡ്ഢിത്തങ്ങൾ, മിഥ്യകൾ, ആ മിത്സ് ഞങ്ങളും വിശ്വസിക്കണം എന്ന് വാദിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെ ശക്തമായി അതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാൻ. അവരെ തെറിയൻസ്, ഫറീസ് ഇങ്ങനെയാണ് പറയാം. ഓക്കെ, ഈ മൃഗങ്ങളായി, വളർത്തു മൃഗങ്ങളായി, ഉരകവർഗ്ഗങ്ങളായി, പൂച്ചയായി, പട്ടിയായി ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നവരെ തെറിയൻസ്. അവർക്ക് വെർച്വലായിട്ട് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അതിൽ തെറിയനായിട്ട് ഞാനിപ്പോൾ പതുങ്ങുന്ന പൂച്ചയാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൽ പരിചയപ്പെടുത്തുന്ന കുറേ ടീമുണ്ട്. അപ്പോൾ തെറിയൻസ് അതുപോലെ തന്നെ ഫറീസ്, ഇത് രണ്ടാണ് അതിനുള്ള ടേം. ഓക്കെ, farscience.com എന്നുള്ള ഒരു അതിൽ നോക്കിയാൽ മതി. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ്. ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരുപാട് നീണ്ടുപോയി. എന്തായിരുന്നാലും MES മമ്പാട് വളരെ അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആശയങ്ങൾ. ആ ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഒരു പ്രോഗ്രാം വെക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസണും. അത്തരത്തിൽ ധൈര്യത്തിൽ മുന്നോട്ട് വരിക. ഇതുപോലത്തെ ഓരോ ഇൻഫ്ലുവൻസേഴ്സ്, ഫാൻസ് അസോസിയേഷൻസുള്ള ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട് ഇത്തരത്തിലുള്ള അവരൊരു അക്കാഡമിക ഫാഷിസവും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാർ, നമ്മളൊക്കെ എല്ലാം അറിയുന്നവർ, ഞങ്ങളൊരുപാട് പുരോഗമിച്ചവർ, അപ്പം നമ്മൾക്ക് പറയാം ഇതാണ് നിങ്ങളുടെ പുരോഗമനമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ഇത് ധൈര്യത്തിൽ പറയാം. ഇങ്ങനെ നമ്മളെ നശിപ്പിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം അധാർമികതകൾ അതൊരിക്കലും പുരോഗമനമാകില്ല. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇമ്മൊറാലിറ്റി ഈസ് നോട്ട് പ്രോഗ്രഷൻ. അതൊരിക്കലും പുരോഗതിയല്ല. ആ പുരോഗതി ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ മാന്യമായിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ആ റിജക്ഷൻ അവിടെ കണ്ടു. അതിലൊരു സന്തോഷം കൂടി ചേർത്ത് അറിയിക്കുകയാണ്. ഈ പരിപാടി വെച്ചിട്ടുള്ളത് പ്രീ സയൻസിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ സയൻസ്, ആർട്സ് ആൻഡ് സയൻസ് കോൺഫറൻസ്, ഇതൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി MSM കേരള എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു കോൺഫറൻസാണ് സയൻസ് എന്ന് പറയുന്നത്. അത് ഈ വരുന്ന 20-ാം തീയതി കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടായിട്ട് ഉണ്ടാവണം. നമ്മളെ പുതിയ കാലത്തെ ചർച്ചകൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ പുതിയ കാലത്തിലെ AI എറയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കരിയർ ബാക്കിയുള്ളതൊക്കെ രൂപപ്പെടുത്തേണ്ടത്, അത്തരം ചർച്ചകൾ, പിന്നെ നമ്മുടെ മതപരമായ മറ്റ് തസ്കിയത്ത് ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സയൻസ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് MSMന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അശ്വക്കിന് കൈമാറും. അസ്സലാമു അലൈക്കും. നമുക്ക് സമയം കുറേ നീണ്ടുപോയി. അപ്പോൾ നമുക്ക് മഴ, അതുപോലെ തന്നെ വെയിൽ, ഇതിനൊക്കെ അതിജീവിച്ച് ഇവിടെ ഇതിന് ബാക്കിൽ പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്.
അതിന് പുറമെ ക്വസ്റ്റ്യൻസ്, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള MSMന് കൈമാറുകയും അതിനുള്ള ആൻസർ നമുക്ക് പല രീതിയിലും നമുക്ക് എത്തിക്കാൻ കഴിയും. ഇൻഷാ അല്ലാ ഈ ഒരു പ്രോഗ്രാമിന് നന്ദി സംസാരത്തിന് വേണ്ടി അമാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഈ MSM ഈസ്റ്റ് ജില്ല നടത്തിയ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. അതൊരു ക്യാമ്പസ് തലത്തിൽ തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയം കൂടി തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളും അതിനെതിരെ ഉള്ള സംസാരം അനുകൂലിച്ചും പ്രതികൂലിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരു കുടക്കീയിൽ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ അറിവ് കിട്ടുക, അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു വിദ്യാർത്ഥികൾ. നല്ല തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ഇതിലുണ്ടായി. എല്ലാ ചോദ്യങ്ങളും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളെ ഫാക്കൽറ്റീസ് ഇവിടെ തന്നു. നമ്മളെ അസീംക്കും ഒക്കെ നല്ല തരത്തിലുള്ള മറുപടികൾ തന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, ഒരു പുതുതായിട്ടുള്ള അറിവുകളാണ്. നമുക്ക് എപ്പോഴും പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉപകാരപ്രദമായ അറിവ് നമ്മൾ എന്താണ് എനിക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് നടന്നിട്ടുണ്ട്. ഈ സ്ഥലം വളരെയധികം മഴക്കാലമായപ്പോൾ കാട് മുടികളൊക്കെ കിടക്കിയിരുന്നു. ഇത് വൃത്തിയാക്കിയിട്ട് നമ്മളെ കൂടെ നിന്നിട്ടുള്ള മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മളെ MSM മമ്പാട് കമ്മിറ്റിയും ഒരുപാട് സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മമ്പാട് MES MSM കമ്മിറ്റിൻ്റെ പേരിൽ ഇവർക്ക് രണ്ടുപേർക്കും അഗാധമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പരിപാടിയിൽ ആമുഖം അവതരിപ്പിച്ച അഷ്ഫാക്ക MSM ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ക്യാമ്പസ് കൺവീനറാണ്. പിന്നെ വിഷയം അവതരിപ്പിച്ച അസീംക, അതുപോലെ തന്നെ നമ്മളെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടികൾ തന്നിട്ടുള്ള ഫാദിക്കും അബ്ദുൽ മുഹ്സിൻകാക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.